പങ്കുന്നുറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവ് ഞങ്ങളുടെ ആശ്വാസക്കാലം ഇന്ന് പകൽനേരം ഞങ്ങൾ ഓരോരുത്തരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവന്റെ വചനം ഞങ്ങൾ ജീവിതത്തിൽ നൽകണമേ അപ്പ. മാറ്റമില്ലാത്ത വചനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ നിത്യജീവന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിൽ ഞങ്ങൾ എത്തുവാൻ തക്കവണ്ണം പ്രാപ്തമാകുന്ന അനുഭവങ്ങളിൽ ഞങ്ങളെ പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തും കർത്താവെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പൊ അങ്ങയുടെ അതിശയകരം ചലിക്കണമേ അപ്പ. ആശ്വാസവും വിടുതലും പങ്കു നൽകണമേ അപ്പ. യേശുവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ സമീപത്ത് ഞങ്ങൾ കർത്താവെ ആയിരിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ബലവും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ അപ്പ. കൃപ പകരണം, ബലം പകരണം, ശക്തീകരിക്കണം, പരിപാലനം ആസൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമം തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നമ്മൾ കണ്ടു. ആ സ്തോത്രം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ കേട്ടു. ദാവീദിന്റെ അപേക്ഷകൾ, ദാവീദിന്റെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒരു ഭക്തന്റെ നിലവിളിക്ക് സ്വർഗം ചെവി തുറന്നിരിക്കും. അവന്റെ അപേക്ഷയ്ക്ക് കർത്താവ് മറുപടി അയക്കുക തന്നെ ചെയ്യും. ആമേൻ. നമ്മുടെ വിശുദ്ധകാരൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽനേരം നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചില വചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം നമ്മൾ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം നമുക്ക് ഒന്നിലധികം വിഷയങ്ങൾ നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനും കൂടെയാണ് ഞാനിന്ന് പകൽനേരം ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 21 അധ്യായം 21 അധ്യായം അതിൻ്റെ 15ഉം 16 വാക്യം ഒന്ന് വായിച്ചേ. 21:16. എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. ആമേൻ. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പറയും. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ലതാനും നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണങ്ങളെ നേടും. ആമേൻ. ഇത് കർത്താവായ യേശു ക്രിസ്തു ആമേൻ തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ഈ പറഞ്ഞ 21 അധ്യായം. മത്തായി 24, സ്തോത്രം മർക്കോസ് 13 അകത്ത് വരും. സ്തോത്രം ലൂക്കോസ് വരുമ്പോൾ 21 വരികയാണ്. ഈ 3 അധ്യായങ്ങളിലും അല്ലെ ഈ 3 ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം ശിഷ്യന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആമേൻ. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വചനങ്ങൾ, അതായത് കർത്താവിന്റെ വരവിന് മുമ്പ് ഈ ലോകത്തിൽ ഒത്തിരി അടയാളങ്ങൾ നടക്കുവാനുണ്ട്. ആമേൻ. വളരെയേറെ അടയാളങ്ങൾ നടക്കുവാനുണ്ട്. ആമേൻ. നമ്മൾ അവിടെ വായിക്കുന്ന സമയത്ത് സ്തോത്രം നമ്മൾ വായിച്ചു, ഇവിടെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളവിടെ കണ്ടത്, അല്ലേ? സ്തോത്രം. അവിടെ നമ്മൾ അവിടെ മത്തായി സുവിശേഷം വായിക്കുന്ന സമയത്ത് അതിൻ്റെ 7-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. 24:7. മത്തായി. സ്തോത്രം. അപ്പോ
2-3 കാര്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. ഒന്ന്, ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒലിവുമല പ്രഭാഷണത്തിന്റെ അകത്ത് കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം അവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാരോട് പറയുകയാണ്, കർത്താവിന്റെ മടങ്ങി വരവിന്റെ കാലഘട്ടമാകുമ്പോൾ ലോകത്തിൽ എന്തൊക്കെ വ്യത്യാസം വരും. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും. യഹൂദന്മാരായിരിക്കുന്ന ശിഷ്യഗണങ്ങളോട് ജാതി ജാതിയോട് എതിർക്കുമെന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് യഹൂദന്മാരിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു പോയ മറ്റ് ജാതികളുമായിട്ടുള്ള ഒരു സമ്പർക്കം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരിൽ തന്നെ പോയാലും കർത്താവിന്റെ ഉപദേശം കാണാതെ പോയ ഇസ്രായേലിന്റെ ആടുകളെ തേടി വരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും പ്രസിദ്ധമായി വരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ അവസാന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുവിന്റെ കാലമാകുമ്പോൾ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് ഈ ഭൂമി ആയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ത്യയിൽ തന്നെ ചിത്രിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അതാത് രാജ്യങ്ങളോട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഗോത്രമല്ല, ഒരു മതം, ആ മതത്തിൽ തന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ജാതിയോട് തന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്രായേലിലും ഇതേ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുമെന്ന് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പ് ഭൂമിയിൽ കാണുകയാണ് അല്ലേ. ആ ഭാഗം ഒന്നും കൂടെ വായിക്കാവോ? ജാതി ജാതിയോടും ആ രാജ്യം രാജ്യത്തോടും എതിർക്കും, ആ അവിടെ ഉണ്ടാകും. ആ എങ്കിലും ഇതൊക്കെയും ആ ഈജിപ്തിന്റെ ആരംഭമത്രേ. ആ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം വേർപിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. സ്തോത്രം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ അവസാനത്തോളം ക്ഷമിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അല്ലേ. സ്തോത്രം. അവിടെ നമ്മൾ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അവന്റെ 10-ാം വാക്യം മുതൽ വായിക്കും. മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും. സ്തോത്രം. വായിച്ചോ. സ്തോത്രം. കണ്ടോ അവിടെ വായിക്കുന്നത്. സ്തോത്രം. അവിടെ മനസ്സിലാക്കണം, മനുഷ്യൻ ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരിക അല്ലേ. ഇതൊക്കെ ഞാൻ പല റെഫറൻസുകൾ എടുക്കുന്നത് പലയിടത്തു നിന്ന് എടുക്കുന്ന പറഞ്ഞാൽ, ഈ ഒറ്റപ്പെടുക ഇവിടെയെല്ലാം നമ്മൾ എങ്ങനെ കടന്നു പോകും? ക്ഷമ കൊണ്ട് മാത്രമേ നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ സ്തോത്രം ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് 7 മുതൽ വായിച്ചേ. 13-7. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്, അത് സംഭവിക്കേണ്ടത് തന്നെ. അവസാനമല്ല. അടുത്തത്, ജാതി ജാതിയോടും എതിർക്കും. ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം അത്രേ.
കല്ലുകയും ആ എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. അടുത്തത് സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാവും. അപ്പൊ ശിഷ്യഗണങ്ങളോട്, ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇതുപോലെ രാജാക്കന്മാരും അധിപതികളായവരും പിടിച്ച് നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ ന്യായം വിധിക്കുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുക, എന്നാ ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ ഇതിനു മുമ്പേ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ആമേൻ. ഇന്ന് 7 വൻകരകളിലും 24 മണിക്കൂറും കർത്താവിന്റെ വചനം പല വിധത്തിൽ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പല വിധത്തിൽ, അല്ലെ? പണ്ട് ചാനലുകളിലാണെങ്കിൽ അതിനു മുമ്പ് റേഡിയോ ആയിരുന്നു, അതിനുശേഷം ചാനലുകൾ, TV ചാനലുകളുടെ വന്നു, എടുത്ത് പ്രിന്റിംഗ് റിസോഴ്സസിലൂടെ സുവിശേഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എന്താണ്, ഇന്ന് നമ്മള് സോഷ്യൽ മീഡിയാസ് വന്നു, അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാ മേഖലകളിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകം എല്ലായിടത്തും അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ആർക്കും കർത്താവ് ആരാണെന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കൃത്യമായ വിവരങ്ങളും അതിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അത്രത്തോളം സുവിശേഷം എല്ലാ മേഖലകളിലും അത് വ്യാപരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ മേഖലയിലെല്ലാം നമ്മളിപ്പോ ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ 4 മണി കഴിഞ്ഞു. ഇതിനുശേഷം നമ്മൾ ദിവസം ഇപ്പൊ ആരാധിച്ചുകൊണ്ടിരിക്കും. ഇത് കഴിയുമ്പോൾ അടുത്ത രാജ്യത്തിലേക്ക് പ്രഭാതം വരികയാണ്. അവിടെ ഉള്ളവർ അടുത്ത് എഴുന്നേൽക്കും, അത് കഴിഞ്ഞു അടുത്ത രാജ്യങ്ങൾ എഴുന്നേൽക്കും. അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടായിരിക്കുന്നത്. ആമേൻ. ഇതൊരിക്കലും അവസാനിക്കുന്ന, ഒരിക്കലും ഉറങ്ങുന്ന ഒരു സിസ്റ്റം അല്ല. ഇന്നേക്ക് 2000 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതി ഇന്നും കർത്താവിന്റെ കൃപയാൽ ഇത് ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവ് വരെയും ഇത് ശക്തിയുക്തം മുമ്പോട്ട് യാത്ര ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളാകുന്ന നമ്മൾ എങ്ങനെ ഇതിനെ കാണണമെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ആമേൻ. നമ്മളിപ്പോൾ പലവിധ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകും. കാരണം യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ, അവനിലൂടെ മാത്രമേ പാപത്തിന് മോചനം ലഭിക്കുന്നുള്ളൂ. പാപമോചനം ലഭിച്ച നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അവൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ഇങ്ങനെ ഒരു പ്രോസസ്സ് ആളലിയ ക്രിസ്തു മാർഗത്തിൽ മാത്രമേ ഉള്ളൂ. നീ ദൈവത്തിന്റെ വൈതലാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കണ്ടേ? അല്ലാതെ നീ എങ്ങനെ ദൈവത്തിന്റെ വൈതലാകുന്നത്? നീ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? ദൈവം ആത്മാവാകുന്നു. നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ, ചെവി കൊണ്ട് കേൾക്കുവാൻ, തൊടുവാൻ, സ്പർശിക്കുവാൻ എന്നൊക്കെയാണ് അറിയത്ത നിലവാരത്തിലല്ല ദൈവത്തിന്റെ ആത്മാവിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവിനെ പ്രാപിച്ചാൽ മാത്രമാ ദൈവത്തെ അനുഭവിക്കുവാനും അറിയുവാനും സാധിക്കുന്നത്. ഹല്ലേലൂയ. ചിലരൊക്കെ ഇങ്ങനെ ആലങ്കാരിക ഭാഷയിലും ചിലരങ്ങ് എന്താ പറയുന്ന ഒരു സങ്കല്പത്തിലൊക്കെ പറയും, നമ്മളെല്ലാം ദൈവമക്കളല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടല്ലോ യേശു. അങ്ങനെയുള്ള അനുഭവമല്ല. പെന്തക്കോസ്ത് നാളിൽ ഒരുക്കപ്പെട്ടിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വന്നപ്പോൾ അവരാള് മാറിയതുപോലെയായി. അങ്ങനെ ആള് മാറി പുതിയൊരു റൂട്ടിലൂടെ നടക്കുന്ന പദ്ധതിയാണ് ക്രിസ്തു മാർഗം എന്ന് പറയുന്നത്. ഇത് ചുമ്മാ ഒരു ഫീലിംഗ് അല്ല, ഇത് വെറും ഒരു അറിവല്ല, ഇത് ജീവിതമാണ്, അനുഭവമാണിത്. ഹല്ലേലൂയ. ഇന്ന് എന്നാൽ സ്തോത്രം, കർത്താവിന്റെ കർത്താവിനെ അറിയുവാൻ സാധിക്കാതെ ഭോഗപ്രിയരായിരിക്കുന്ന ഒത്തിരി പേരാണ് ഇന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, അല്ലേ? അവർക്ക് ലോകം കൊടുക്കുന്ന ഡിഗ്രികളും പൊസിഷനുകളും പണം ഉള്ളത് കൊണ്ട് അവര് പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷെ അവനുള്ളതെല്ലാം എന്റെ ദൈവത്തിന് മുമ്പിൽ അറപ്പാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? എന്റെ കർത്താവിന് മുമ്പിൽ അറപ്പാകുന്നു. അറപ്പാകുന്നത് എടുത്തു വെച്ചോണ്ടാണെന്ന് ഓർക്കണം ദൈവത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. അവന് തെറ്റിപ്പോയി, അവനിലിരിക്കുന്ന പാപ സ്വഭാവം അവനിൽ നിന്നും മാറാതെ കർത്താവിനെ ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല. ചിലര് എന്ത് ഭയങ്കരമാണെന്നറിയോ? ചിലർ ഈ ആയുസിലിരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് യുദ്ധം ചെയ്യും. ഞങ്ങൾക്ക് നിന്റെ യേശുവിനെ അറിയണ്ട, നിന്റെ കർത്താവിനെ അറിയണ്ട, ഇവൻ പറയുന്നത് ഞാൻ നരകത്തിൽ പൊക്കോളാന്നാ. ഇവര് നരകം എന്നാന്നറിയോ? ആളെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഗദരദേശിലെ ഭൂതങ്ങളെല്ലാം കൂടെ പറഞ്ഞു, വന്യനായ ദൈവത്തിന്റെ പുത്ര, ഞങ്ങളെ ഒരിക്കലും എങ്ങോട്ട് വിടല്ലേ, പാതാളത്തിലേക്ക് വിടല്ലേ എന്ന്. പറയുന്ന ആരാ? പിശാചുക്കള്, ലോക്കൽ പിശാചുക്കള് പറയുകയാണ് ഞങ്ങളെ പാതാളത്തിലേക്ക്. പിശാചുക്കൾക്ക് വേണ്ടിയാ പാതാളത്തിൽ പോകാൻ. അപ്പോഴേ ഇവിടെ കുറെ പേര് പറയുന്നത് ഞാൻ വേഗം അങ്ങോട്ട് പൊക്കോളാന്ന്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം,
നമ്മുടെ വിശ്വാസം നാം ഉറപ്പിച്ചോണം. നാം പ്രാപിച്ച രക്ഷ സകലരോടും പ്രസ്താവിച്ചോണം. ആമേൻ. അല്ലെങ്കിൽ രക്ഷയുടെ സത്യവചനങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചോണം. നമ്മുടെ ഡ്യൂട്ടി തീർന്നു. വിശ്വസിച്ച് നാം ഇതുപോലെ പോകുന്നത് പോലെ അവനും വിശ്വസിച്ച് വില കൊടുത്ത് വന്നാൽ അവൻ അക്കരെ നാട്ടിൽ ചെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ആരുടെ തോളത്തിരുന്നോണ്ട് പോകുന്ന പരിപാടിയല്ല. ഇത് വില കൊടുത്തെങ്കിലേ കഴിയത്തുള്ളൂ. മറ്റൊരുവൻ ഇവിടെ ഉണ്ടോ? പിശാജ് അല്ലേ? ആരുടെ വാക്കി പറഞ്ഞ പിശാജ്? പിശാജല്ല, പിശാജ്. മനസ്സിലാവുന്നുണ്ടോ? പിശാജ്. അങ്ങനെ പറയണം. പിശാജ് ഏതു വിധത്തിലും മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആമേൻ. ചിലര് ചോദിക്കുന്നു, എല്ലാരെയും പിശാച് പരീക്ഷിക്കുന്നുണ്ടോ? ഇല്ലെന്നേ. ദൈവത്തിന് അവകാശമുള്ളതും അവൻ പണ്ടിരുന്ന ഇടത്ത് കയറി ചെന്ന് അവൻ ഇരുന്ന ഇടത്ത് നമ്മൾ ഇരിക്കാൻ ചെല്ലുമ്പോൾ അവനോടെ മത്സരമുള്ളൂ. ബാക്കിയുള്ളവരോട് എന്നാ പ്രശ്നം ഇരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം നാളെ അവന്റെ കൂട്ടത്തിൽ തന്നെ പോകാനുള്ളവരാ. അതിൽ നിന്ന് ഞാനും നിങ്ങളിൽ രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ മഹാകൃപയെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കർത്താവ് എന്നോട് ചെയ്ത വലിയ കൃപ. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ മറ്റൊരിടമാണ്, ലോകം പോകുന്ന വഴികളിലല്ല. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ പറയാനൊരു കാരണം, ഇതൊക്കെ ഒത്തിരി വിഷയങ്ങൾ എടുക്കാം. നമ്മൾ ഇന്ന് എടുത്ത മർക്കോസ് സുവിശേഷത്തിന്റെ അകത്താണ് 8-ാം വാക്യം വായിച്ചു. ജാതി ജാതിയോട് രാജ്യം രാജ്യത്തോട് എതിർക്കും, അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും, ഇത് കൂടുകയുള്ളൂ. ഭൂകമ്പവും ക്ഷാമം. അപ്പൊ ചോദിക്കും, ക്ഷാമം തന്നെ ഉണ്ടോ? ഉണ്ടോ? ക്ഷാമം നമുക്കുണ്ടോ? ഉണ്ടോ? ക്ഷാമം ഉണ്ടോ? ക്ഷാമം ഉണ്ടോ? നമ്മുടെ അറിവിലുള്ള ക്ഷാമം ഉണ്ടോ? ഇല്ല. ഞാൻ പറയാം, ക്ഷാമം ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടോ? മേടിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ക്ഷാമം ഉണ്ടോ? ആ, നമ്മൾ ക്ഷാമത്തിലാണ്. ക്ഷാമത്തിലാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല. ക്ഷാമോ ഭൂകമ്പോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം. മേടിക്കാൻ പറ്റുമോ? ഒരു ലിറ്റർ ഡീസലിന് എത്ര? 93 രൂപ അല്ലേ? പെട്രോളിന് എത്ര? 104 രൂപ. 104 105 കണ്ട. ഓക്കെ. ഹല്ലേലൂയ. വെളിച്ചെണ്ണ? വെളിച്ചെണ്ണ 500 രൂപ. പറ്റുമോ? ബീഫിന് എന്നാ വില? വേണ്ട, മട്ടൻ എന്നാ വില? പറ്റുമോ? അതിന്റെ ഒരു പൂട ഇപ്പൊ കാണാൻ ഇല്ല. പിന്നെ നമ്മളെ പോലെ എല്ലാവർക്കും പറ്റുന്ന സാധനമുണ്ട്, ചിക്കൻ അല്ലേ? ഇതൊക്കെ മേടിച്ച് തിന്ന് സന്തോഷമായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, ക്ഷാമം ഉണ്ടോ? ക്ഷാമമുണ്ട്. സാധനമുണ്ടോ? സാധനമുണ്ട്. മേടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാര്യം അതിന് അതുപോലെ വിലയാ. അതിന്റെ പേരാണ് ക്ഷാമം. നമ്മൾ മനസ്സിലാക്കിയ ക്ഷാമം എന്റെ വീട്ടിൽ, നമ്മളുടെ മനസ്സിലുള്ള ക്ഷാമം എന്നാണെന്നറിയാവോ? പണ്ട് ശമരിയിലൊക്കെ ഉണ്ടായതുപോലെ കഴുതത്തലയ്ക്കും പ്രാക്കാട്ടത്തിനൊക്കെ വിലയിടുന്നു. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ക്ഷാമം. അങ്ങനെ ക്ഷാമം ഒരിടത്തുമില്ല. ഉണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. എന്നാൽ ക്ഷാമം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധനമുണ്ട്, കിട്ടാനില്ല. സാധനമുണ്ട്, മേടിക്കാൻ പറ്റുന്നില്ല. മേടിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ക്ഷാമം ഉണ്ടോ? ഉണ്ട്. നമ്മൾ പറയുന്നവരൊക്കെ സമ്പന്നന്മാരാണോ? അല്ല. ഹല്ലേലൂയ. നല്ല വണ്ടിയുള്ളവനും ഒരു 2000, 3000, 4000 സ്ക്വയർ ഫീറ്റ് വീടുള്ളവനും പണക്കാരനാണ് അല്ലേ? ഹല്ലേലൂയ. നന്നായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറും. അപ്പൊ ഭൂമിയുടെ അടിയിൽ കോടികൾ വിലയുള്ള ബങ്കറുകൾ പണിയാൻ തുടങ്ങിക്കോളുക. കർത്താവിന്റെ രാജ്യത്തിൽ പോകാത്തവർ ബങ്കറുകൾ പണിയാൻ തുടങ്ങിക്കോളുക. ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് മേടിച്ച് വീട്ടിൽ സ്വരൂപിച്ചോളുക. ഹല്ലേലൂയ. നിന്റെ ഭവനത്തെ, അതായത് ഈ എന്താ പറയുന്നത്, മറ്റേ വെട്ടിക്കിളിയൊക്കെ വരുമ്പോഴേ അതിനൊക്കെ വെടിവെച്ചിടാൻ ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പണൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചോളുക. ഇപ്പോഴേ ലോൺ എടുത്ത് തുടങ്ങിക്കോ. സ്വർഗത്തിൽ പോകുന്നില്ലല്ലോ. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കോളുക. അടുത്ത വർഷം മഴ മാറും, അടുത്ത വർഷം മഴ മാറും, അടുത്ത വർഷം മഴ മാറും. ഇപ്പൊ ഓരോ വർഷം കഴിയുമ്പോൾ മഴ കൂടുന്നു. ഇതുവരെ മുങ്ങാത്ത പല സാധനങ്ങളും മുങ്ങി തുടങ്ങിയതാണ്. പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ സന്തുഷ്ടരാണ്. എന്നാന്നറിയാവോ? കർത്താവ് ഇല്ലെന്നേ അല്ലേ? അതാണ് പലരുടെ ആശ്വാസം അല്ലേ? നമുക്കവിടെ വായിക്കാം. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അത് വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായസംഘത്തിൽ ഏൽപ്പിക്കുകയും പള്ളിയിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾ രാജാക്കന്മാർക്ക് മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികൾക്കും. അടുത്ത വാക്യം അടുത്ത മുതൽ വായിച്ചോ. അവിടെ ഒന്ന് അടുത്ത് വായിച്ചോ.
പറയുന്നത് നിങ്ങളല്ല, ആ പരിശുദ്ധാത്മാവത്രേ. ഈ കൃപയാണ് ഇന്ന് അനേക പാസ്റ്റർമാർക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് നിർത്തുമ്പോൾ നമ്മുടെ നാവിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത് പറയുവാൻ നമ്മൾ റെഡിയാകണം. ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ഞാനിപ്പോ നിന്നപ്പോ കിട്ടിയെന്ന് പറയരുത്, അല്ലേ? പിന്നെ എപ്പോ കിട്ടിയെന്ന? ഇന്നലെ രാത്രി മുട്ടേ നിന്നപ്പോൾ മേശയുടെ അടിയിൽ കയറി ഒളിച്ചിരുന്നപ്പോഴേ കിട്ടിയതാണെന്ന്, അല്ലേ? അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? ഇതെന്നെ എഴുതി വെച്ചിരിക്കുന്ന വചനം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ആ വചനം പറഞ്ഞിരിക്കുന്നത്? കാര്യം അവിടെ പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വം അവിടെ വെളിപ്പെടുത്തും. നമ്മൾ ഇതുവരെ ഒരു സഭാഹാളിന്റെ അകത്തിരുന്ന് അനുഭവിക്കുന്ന ദൈവാത്മാവിന്റെ നിറവിനേക്കാൾ അധികമായി നമ്മൾ പിടിക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് ശക്തിയായി നമ്മൾ ഇടപെടും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ, അല്ലെ? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എന്താണ്? അവിടെ ഒന്ന് ആ ഭാഗം ഒന്ന് വായിച്ചേ. കണ്ടോ? വിചാരപ്പെടരുത്. അവിടെ എങ്ങനെ എന്താ പറയൂന്ന് ഓർത്തതിനെ കുറിച്ച് ഭാരം വേണ്ട. അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അടുത്തത് വായിച്ചേ. ആമേൻ. കണ്ടോ? പരിശുദ്ധാത്മാവത്രേ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോൾ അത് സ്തോത്രം, ആളെ നമ്മൾ സംശയിച്ചോ അല്ലെങ്കിൽ ഭാരപ്പെട്ടോ നിൽക്കാതെ ദൈവാത്മാവ് തരുന്നത് നമ്മൾ ശക്തിയുക്തം നമ്മളത് പ്രഖ്യാപിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. ആളല്ലേ തുറന്നു വായിച്ചേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിലേൽപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാലമാണ്, അല്ലേ? എന്താണ് ആ വാക്യം? സഹോദരൻ. ഇന്ന് എത്ര നമ്മളുടെ മാധ്യമങ്ങൾ എടുത്തു നോക്ക്, സഹോദരങ്ങൾ തമ്മി കൊന്നു. സ്വത്രം സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു, സഹോദരി സഹോദരനെ കൊല്ലുന്നു, അല്ലേ? കുടുംബത്തിൽ തന്നെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടായിരിക്കുന്നത്. എത്ര വ്യക്തമാ. കഴിഞ്ഞൊരു 50 വർഷം പുറകോട്ട് പോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ? ഒരു 100 വർഷം പുറകിൽ പോ ഇങ്ങനൊരു കാര്യം കേട്ടിട്ടുണ്ടോ? എങ്ങാനും ഒരു 10-20 വർഷം കൂടുമ്പോ അസാധാരണമായ ഒരു സംഭവം നടന്നാൽ അത് പിന്നെ കാലങ്ങളോളം പറഞ്ഞുകൊണ്ട് നടക്കും, ഇല്ലേ? ഇന്നലെ നടന്നത് ഇന്ന് പോലും അറിയത്തില്ല, ഇന്ന് രാവിലെ നടന്നത് ഇപ്പൊ പോലും അറിയത്തില്ല. അങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു മനസ്സിലായി? എന്റെ കർത്താവിന്റെ വരവ് വാതിൽക്കെ തന്നെ ആയിരിക്കുകയാണ്. എന്റെ കർത്താവിന്റെ വരവ് വാതിൽക്കെ തന്നെ ആയിരിക്കുകയാണ്. സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. അടുത്തത് അപ്പൻ മകനെക്കോ എത്രയെടുത്ത് പൈസയ്ക്ക് വഴക്ക്, കള്ളു കുടിച്ചു വന്ന് കിടന്ന് ബഹളം, അല്ലേ? MDMA അല്ലെ മറ്റുള്ള ഏതെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് വന്ന് അപ്പനെ അമ്മയും കൊല്ലുന്നത് കണ്ടിട്ടില്ലേ? എത്ര വാർത്ത. ഹല്ലേലൂയ. നമ്മുടെ ട്രിവാൻഡ്രത്ത് 2018-19 നടന്ന ആ സ്തോത്രം, അല്ലേ? ആ കൊലപാതകം നടന്നത്, അല്ലേ? കേഡൽ ജിൻസൺ രാജ, അവൻ എന്നാ കാണിച്ചേ? പുള്ളി വന്നിട്ട് സ്തോത്രം ആസ്ട്രൽ പ്രൊജക്ഷൻ കാണണമെന്ന് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് മരിച്ചയാളുടെ ആത്മാവ് ശരീരം വിട്ടു പോകുന്നത് കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ളവനെ എല്ലാം അരിങ്കൊല ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവസാനം ആള് ചത്തു, ഒന്നും കണ്ടില്ല. അവസാനം വീട്ടിൽ കിടന്ന് വീടിന് തീയിട്ടു. നാട്ടുകാർ ഓടി വന്നപ്പോ വീട് നിറച്ച് ശവം കിടക്കുന്നു. എന്തു മനസ്സിലായി? നമ്മളെല്ലാം പറയും അസാധാരണമായ സംഭവം അല്ല. 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, ഇത് സംഭവിക്കും. യേശു ക്രിസ്തു ഇല്ലാത്ത ഭവനങ്ങളിൽ ഇത് സംഭവിക്കും. ഞാൻ ഇന്നലെ കണ്ട മറ്റൊരു വാർത്തയാണ്. എന്റെ സ്തോത്രം 2009-ലോ 2010-ലാണ് ഷെറിൻ, അല്ലെ, കാർണവർ വധക്കേസ് നടക്കുന്നത്. കാർണവർ കൊല, അല്ലെ? ഹല്ലേലൂയ. ആ സംഭവം നടന്നപ്പോ ഞാൻ ഇന്നലെ അതിന്റെ ചരിത്രം വായിച്ചപ്പോഴാണ് എനിക്ക് അതിന്റെ അത്ഭുതം മനസ്സിലായത്. എന്താ അത്ഭുതം എന്നുള്ളതല്ല, അതൊരു വല്ലാത്തൊരു അതിന്റെ കഥ വായിച്ചത് ഇന്നലെയാണ്. അതിന്റെ സംഭവം വായിച്ചത്, ഇൻസിഡന്റ് വായിച്ചത്. അടുത്ത് കാണിച്ച സംഭവം എന്ന് പറഞ്ഞ് ഇവളെന്ത് കാണിച്ചു? ഇവള് വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കൊച്ചായിരുന്നു. അവൾക്ക് വേറൊരു വീട്ടിൽ വന്ന് വിവാഹാലോചന ലഭിച്ചു. വിവാഹം കഴിച്ചെന്ന വീട്ടില് ഭർത്താവിന് ശാരീരികമായി ശേഷിക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഇവളെ അമ്മായിപ്പനാകുന്ന സ്തോത്രം ഭാസ്കർ കാർണോർ എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ട് കൊണ്ടുപോയി, അമേരിക്കയ്ക്ക് കൊണ്ടുപോയി ജോലിക്ക്. അവിടെ ചെന്ന് ജോലിക്ക് നിന്ന് കുറച്ചെടുപ്പ് ഇവളുടെ കയ്യിലിരിപ്പ് പുറത്തു വന്നു. ഇവള് മോഷണ കേസ് പിടിച്ചു. അവളെ പുറത്തേക്ക്, അവളെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് വിട്ടു. കേരളത്തിലേക്ക് വരെ തിരിച്ചു കയറ്റി വിട്ടു. കേരളത്തിലേക്ക് തന്നെ കയറ്റി വിട്ടു. ഇവിടെ വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് 2006, 2007 കാലഘട്ടം. ആ സമയത്ത് ഓർക്കുട്ട് എന്ന് പറയുന്ന ഏറ്റവും അടുത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്.
അതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു? അതിൻ്റെ അകത്ത് ഓർക്കുണ്ടിലൂടെ പരിചയപ്പെട്ട കുറെ പേരെ അവിടെ പരിചയപ്പെട്ട അവരെ വീട്ടിലേക്ക് വരാനും പോകാനും തുടങ്ങി. ഈ ഭാസ്കര കാർണവർ എന്ന് പറഞ്ഞ വ്യക്തി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മരുമകൾക്ക് ഭയങ്കര ബന്ധം, ഭർത്താവിനെയും കൊച്ചിനെയും ഒന്നും നോക്കുന്നില്ല, അതവിടെ കിടപ്പുണ്ട്. ഇവൾക്ക് ഇവളുടെ വഴിയിൽ പോകാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞ അമ്മായിപ്പം പറഞ്ഞു, നിന്റെ ഈ വഴിവിട്ട ജീവിതം പാടില്ലെന്ന് പറഞ്ഞു. ഇവൾ ഉടനെ എന്നെ കാണിച്ചു, ഇവൾക്ക് ആരുമായിട്ടവിടെ ബന്ധം ഉണ്ടായിരുന്നു, അവന്മാരെല്ലാം വിളിച്ചു വരുത്തി ചുരുക്കി പറഞ്ഞ അവർക്ക് കൊട്ടേഷൻ കൊടുത്ത് അമ്മായിപ്പനെ തീർത്ത്. എന്ത് നല്ല രസമുള്ള കഥയാ അല്ലേ? എന്താണ് ഇതിന്റെ കാരണം? എന്റെ അറിവനുസരിച്ച് അവളൊരു ബന്ധക്കോസുകാരിയാ അല്ലേ? അങ്ങനെ എങ്ങാണ്ടാണ് സംബോധിക്കുന്നത്, അങ്ങനെ എങ്ങാണ്ട് വിശ്വാസത്തിൽ എങ്ങാണ്ടാണെന്നുള്ളതാണ് ഞാൻ കേട്ടുള്ളത്. എനിക്ക് വ്യക്തത അറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുക, എവിടെയാണ് തെറ്റുപറ്റിയത്? ക്രിസ്തു ഉണ്ടായിരിക്കണം. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കണ്ണ് വളരെ ശ്രദ്ധയോടെ ചുറ്റും നോക്കിക്കോണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയാൽ നമ്മുടെ ഭവനവും നമ്മുടെ പ്രിയപ്പെട്ട യേശുവിന്റെ രക്തത്തിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചോണം. വളരെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചോളം, കർത്താവേ, ലോകത്തിൽ ഈ ദുഷ്ടനാകുന്ന പിശാച് ആരെ വിഴുങ്ങേണ്ടു? അത് വെറുതെ പറയുന്നല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ചില കുടുംബങ്ങളിൽ സാത്താൻ ഈ വിധത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നെ അവിടെ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ദൈവവചനത്തിനോ സ്ഥാനമില്ല. കാര്യം അത് വളരെ പിശാച് അടച്ചു കളയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, നാം ഭക്തിയോടെ ജീവിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. വെറുതെ ഒരു മനോലാഘവത്തോടുകൂടെ മുമ്പോട്ട് പോവുകയല്ല. ഇതിന്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് ജീവിക്കുവാനായിട്ട്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ വായിച്ച വാക്യത്തിന്റെ അകത്ത് വായിച്ച ഭാഗം, സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. എഴുന്നേറ്റ് കണ്ടോ, മക്കളും അമ്മയപ്പന്മാരുടെ നേരെ കണ്ട എത്രയോ കേസുകളാ നടക്കുന്നത്. സ്വത്ത് തട്ടിയെടുത്ത് അപ്പനെ അമ്മയും എവിടെ കൊണ്ട് ഇരുത്തുകയാണ്? നടക്കി കൊണ്ട് ഇരുത്തുന്നവരുണ്ട്, അനാഥാലയത്തിൽ തള്ളുന്നവരുണ്ട്. പിന്നെ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ പിന്നെ അങ്ങനെയും വിടും. നോർത്ത് ഇന്ത്യയിൽ സ്വത്ത് തട്ടിയെടുത്ത് അപ്പനെ അമ്മയും വെള്ളത്തിൽ മുക്കി കൊല്ലുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു കാഴ്ച കണ്ട്, എന്റെ കർത്താവ്, അത് കണ്ട വളരെ ഒരു ഭാരം തോന്നിപ്പോവും. പ്രായമായ ഒരു അമ്മ എന്ത് ചെയ്തു? മകനാണ് വെള്ളത്തിൽ പിടിച്ച് മുക്കുക, കൊല്ലുക. കിട്ടണ്ടാണ്ട് കിട്ടി, ഇനി ഇത് ജീവിച്ചിട്ട് കാര്യമില്ല, മതി. മനസ്സിലാക്കണം, ഈ മകൻ ജീവിച്ച കാലഘട്ടത്ത് വളർന്നു വന്ന സമയത്ത് ഈ അമ്മയോട് ചോദിക്കാം, നീ യേശുവിനെ കൊടുത്തോ? ഇവന് കൊടുത്തോ? ഹല്ലേലൂയ. അന്ന് നീ കാശുണ്ടാക്കടാന്ന് വെച്ചു. അവൻ കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോ കാശിന്റെ പൂർണ്ണത വന്നപ്പം ഇരിക്കുന്ന ഇടം കൂടെ വളർന്ന് കാശുണ്ടാക്കി. പറഞ്ഞു കൊടുത്തവന് തല അറുത്തോണ്ട് കാശ് ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ കാലഘട്ടത്തിലും നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവില്ലാത്ത ഭവനങ്ങളിലെല്ലാം ഇത് നടക്കും. ഹല്ലേലൂയ. കർത്താവില്ലാത്ത ഭവനങ്ങളിലെല്ലാം ഇത് നടന്നുകൊണ്ടായിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. മനസ്സിലാക്കണം, ഇതുപോലുള്ള ചില വെല്ലുവിളികൾ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ നടുവിൽ തളർന്നു പോകരുത്. കാരണം അവസാന കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇതിന് കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഓൾനൈറ്റ് പ്രയത്നത്ത് ദേശത്ത് വല്ലാത്ത അതിക്രമം പറഞ്ഞ് നമുക്ക് കരം പിടിച്ച് പ്രാർത്ഥിക്കാം. നീ ഏത് ദൈവത്തെയാണോ സേവിക്കുന്നത്? ഇതിന്റെ നടുവിൽ നീ പ്രസംഗിക്കേണ്ടത് എന്താണ്? നീ പ്രാർത്ഥിക്കുന്നതിൽ നല്ല നീ പ്രസംഗിക്കണം, ഇവരോട് പ്രസംഗിക്കണം. ഇത് അവസാന കാലഘട്ടമാണ്. നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിൽ സമാധാനമില്ലാത്തതിന് കാരണം കാലം അന്ത്യത്തിലേക്ക് എത്തുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടണം. സാത്താൻ എല്ലാ കുടുംബങ്ങളെയും മറിച്ചു കളയുവാൻ വരികയാണ്. ഹല്ലേലൂയ. ബീവറേജിന്റെ മുമ്പിലെ നീണ്ട ക്യൂ അല്ലേ? ഹല്ലേലൂയ. ആ നീണ്ട ക്യൂവിന്റെ ഓരോ ക്യൂ നിൽക്കുന്നവനും ഓരോ വരിയായി നിൽക്കുന്നവന്റെ എല്ലാം കുടുംബത്തിൽ എന്ത് സമാധാനം ഉണ്ടെന്നറിയോ? ആമേൻ. ഹല്ലേലൂയ. കള്ളടിച്ച ഒരു മേഖലയില് എന്നെ പ്രായമായവരെല്ലാം വെള്ളമടിച്ച് അല്ലെ മദ്യപാനത്തിന് അടിമപ്പെട്ട് കിടക്കുന്നു. മറുവശത്ത് യൗവനക്കാരെല്ലാം ബ്രൗൺ ഷുഗറിനും അല്ലെങ്കിൽ MDMAയ്ക്കും കഞ്ചാവിനും എല്ലാം കൂടെ. ഇന്നാളൊരു പയ്യൻ അവിടെ പോലീസ് പിടിച്ചപ്പോഴത്തേനും അവന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചേടാ, നീ ഇത് കഞ്ചാവല്ലേടാ വലിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞ അതെങ്ങനെയാ സാറേ? ഇവൻ വളരെ ഡീസന്റ് ആയിട്ട് എഡ്യൂക്കേറ്റഡാ. ഇവൻ ചോദിക്കുന്നത്, ഞാൻ എങ്ങനെയാ സാറേ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത്? എനിക്ക് MDMA മേടിക്കാൻ കാശുണ്ടെങ്കിൽ ഞാൻ അത് മേടിക്കല്ലേ ഉള്ളൂ. അതൊരു 2000 രൂപയ്ക്ക് മേളിൽ അതിന്റെ വിലയെന്ന്. ഇതിന് സാർ എവിടെയെങ്കിലും വീടിന്റെ പുറകില് വളർത്തിയാൽ മതി. എന്ത് മനസ്സിലായി? കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്.
കഞ്ചാവ് ചെടി കരിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ചിട്ടോ MDMA ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ പ്രാർത്ഥിച്ചൊന്നും കാര്യമില്ല. നമ്മൾ സത്യവചനം പ്രസംഗിക്കുക, രക്ഷിക്കപ്പെടുവാൻ പറയുക, മാനസാന്തരപ്പെടുവാൻ പറയുക. വേറൊന്നും പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ആമേൻ. നീ വളഞ്ഞു മൂക്കെ പിടിക്കുന്ന സുവിശേഷ വേല കൊണ്ട് പോകരുത്. ആമേൻ. വളഞ്ഞ് നമ്മൾ ദേശത്തിൽ നമ്മൾ മദ്യപാനത്തിന് നേരെ, അല്ലെങ്കിൽ ഇത് എല്ലാ കാലത്തും ഉണ്ടെന്നേ. ആരെങ്കിലും വളരെ ചുരുക്കം പേര് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താ? ദൈവപുത്രൻ മടങ്ങി വരുവാൻ പോകുകയാണ്. നിന്റെ പാപ ബന്ധനത്തിൽ നിന്ന് നീ പുറത്തു വരുക, നീ മുഖാന്തരം നിന്റെ ഭവനം വിടുവിക്കപ്പെടുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. പിശാച് അനേകര് ഈ ഒരു കുടുംബത്തിൽ ഏറ്റവും അധികം സാത്താന്റെ ബന്ധനത്തിലിരിക്കുന്ന ആരാന്നറിയാം? വീട്ടിലെ ഗ്രഹനാഥൻ തന്നെയാ. വീട്ടിലെ ആദാമാണ് ബന്ധനത്തിൽ കിടക്കുന്നത് ഏറ്റവും കൂടുതൽ വചനം കേട്ടത് അവൻ നിമിത്തം അവന്റെ കുടുംബം തീയായിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവന്റെ കുടുംബത്തിലെ പകുതി വിഷയം തീരും. പക്ഷെ ഇവൻ ഒരിക്കലും ബോധം വരില്ല. ഇവന്റെ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് തപിക്കുകയായിരിക്കും, കണ്ണുനീരിൽ കുതിരുകയായിരിക്കും. ഇവന് ബോധമില്ലാത്തത് കൊണ്ട്. കാര്യം കള്ളിന്റെ കെട്ടുവിട്ടിട്ടില്ലല്ലോ. ചിലർക്ക് അങ്ങനെയുണ്ട്, അല്ലേ? ഹല്ലേലൂയ. പലവിധ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇന്ന് അനേകരുടെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ കയറി വരുന്നു. തുടർന്ന് വായിച്ചേ. ഹല്ലേലൂയ. കണ്ടോ? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും എന്നല്ല പറഞ്ഞേക്കുന്ന, പകയ്ക്കും. എന്താ മകനെ പകയ്ക്കാൻ കാരണം മറ്റൊന്നുമല്ല, നിന്നിൽ പാപമുണ്ടെന്ന് പറയുമ്പോൾ പകയ്ക്കാൻ തുടങ്ങും. നീ രക്ഷിക്കപ്പെടാതിരുന്നാൽ നീ നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ പകയ്ക്കാൻ തുടങ്ങും. ഈ ജീവിതശൈലി തെറ്റാന്ന് പറഞ്ഞാൽ പകയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പിശാച് എന്ത് ചെയ്യുന്നറിയോ? പിശാച് ഈ നാളിൽ ചെയ്യുന്നൊരു കാര്യം അത്രയും കട്ടികൂട്ടി പറയണ്ട. നീ 2 തോണിയിൽ കാല് വെച്ചോ, കാഹളം ധരിക്കുമ്പോ ഇവര് പൊക്കോട്ടെ, നീ എടുക്കപ്പെടും. അപ്പൊ കർത്താവ് ആരായി? സത്യം മനസ്സിലാക്കണ. അത് നിമിത്തം സ്തോത്രം നിങ്ങളെ പകയ്ക്കുമെന്ന് പകയ്ക്കൂന്ന് തന്നെയാ, അല്ലേ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ. സ്തോത്രം. നമുക്കതിന്റെ സ്തോത്രം അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 3 മുതൽ വായിച്ചേ. 1 തെസ്സലോനിക്കർ 4:3 മുതൽ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. ഇവിടെ ശ്രദ്ധിക്കണം. ദൈവസഭയ്ക്ക് സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ദൂതാണ് പൗലോസിലൂടെ കൊടുക്കുകയാണ്. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. വായിച്ചോ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. 3:1 മുതൽ വായിക്കും. ദൈവത്തിന്റെ ഇഷ്ടമോ. ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ എല്ലാം പ്രസംഗത്തിന്റെയും ജീവിതത്തിന്റെയും എല്ലാ ആകത്തുക നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് തന്നെയാണ്. നമ്മൾ വിശുദ്ധിയോടുകൂടെ മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ പ്ലാന്, മറ്റൊന്നുമല്ല. നാം വിശുദ്ധീകരിക്കപ്പെടണം, നമ്മൾ വിശുദ്ധിയായി കാക്കണം. ഇത് പൗലോസ് പറയുമ്പോൾ ഒരു കൂട്ടരെ കോട്ട് ചെയ്താണ് ഈ വിഷയം പറയുന്നത്. വായിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇവിടെ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന ദൈവമക്കളോട് പറയുന്ന ഒരു കാര്യമാ, തെസ്സലോനിക്ക സഭയിലോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. ശ്രദ്ധിക്കണം. ഇവിടെ പൗലോസ് പറയുന്ന പദം ശ്രദ്ധിച്ചോ. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികൾ. അപ്പോൾ ദൈവത്തെ അറിയാത്തവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? എപ്പോഴും ദുർനടപ്പായിരിക്കും. ഇങ്ങനെയൊക്കെ പറയാവോ? വചനം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഇത് ഹൃദയത്തിലാണ്, അല്ലേ? അവിടെ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒലിവല പ്രഭാഷണം നമ്മൾ കേട്ടത്,
ഗിരിപ്രഭാഷണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ ആരംഭ ദിശയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സ്തോത്രം അവിടെ വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 27-ാം വാക്യം, സ്തോത്രം, മത്തായി സുവിശേഷം 5:27 ഒന്ന് വായിക്കാവോ? ഒരാളത് എടുക്ക്, ഇവിടെ എടുക്ക, 5:27 എടുക്ക്, മറ്റേ ഭാഗം വായിക്കണ്ട. സ്തോത്രം, കിട്ടിയില്ലേ? വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ശ്രദ്ധിച്ചോ? വ്യഭിചാരം എന്ന് നമ്മൾ പറയുന്നത് എന്താ? അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പുറമേ ചെയ്യുന്നതിനെയാണ് വ്യഭിചാരം എന്ന് നമ്മൾ പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം പറയുന്ന ആ ക്ലോസോടെ വ്യഭിചാരം ചേരുന്ന അരുൾ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഒരു വ്യക്തിയെ, സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടാൽ, ആ സ്ത്രീയെ ഹൃദയം കൊണ്ട് മോഹിച്ചാൽ ആ വ്യക്തി ഹൃദയം കൊണ്ട് പാപം ചെയ്ത് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അവിടെ തന്നെ ഒന്ന് ചിന്തിക്കണേ. നമുക്കപ്പോ തുടർന്ന് വായിച്ചേ. എന്നാൽ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നതും നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോ എന്താണ് അവിടെ പറയുന്നത്? അപ്പൊ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ കർത്താവായ യേശു ക്രിസ്തു പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കിയാൽ നമ്മുടെ അവയവങ്ങളെ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ക്രിസ്തു യേശുവിൽ നമ്മൾ സൂക്ഷിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതിൽ അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം, അതിന്റെ റോമാലേഖനം 8-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 12-ാം വാക്യം വായിക്കുന്ന എങ്ങനെ? ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം. ഈ വാക്യം ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാ ഇത് ചെയ്യുന്നത്? കണ്ണ് ചൂഴ്ന്നു കളയാനും കൈ വെട്ടിക്കളയാനും തുടങ്ങിയ വിശ്വാസത്തിൽ വന്ന ഒരുത്തരും അവയവങ്ങൾ കാണത്തില്ല. പിന്നെ എന്താ വേണ്ടത്? ഇവിടെ ആത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിന്റെ ഉള്ള പാപം ചെയ്യത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവവചനത്തിന്റെ മുമ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്താലേ പാപശക്തികളെ ജയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചിലർ ഇതെന്നാന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ച പുസ്തകം കയ്യിലെടുത്ത് പിന്നെ അടുത്ത ഞായറാഴ്ച രാവിലെ ബൈബിൾ കയ്യിലെടുക്കുന്നത്. ഇടയിലെല്ലാം വീട്ടിലെ സകല കാര്യം ചെയ്യും, സകല വഴിക്കും പോകും, എല്ലാ കാര്യം ചോദിച്ച ഒറ്റ എക്സ്ക്യൂസ്. ഇതൊക്കെ പിന്നെ ആരാ ചെയ്യുന്നതെന്ന്? പൊക്കോ അവസാനം നിത്യ നരകത്തിൽ ചെല്ലുന്നതിന് മുമ്പ് സഹോദരൻ നീ ഇത് തിരിച്ചറിയണം. കാര്യം നിന്റെ ജഡത്തിന്റെ പ്രവർത്തികളെ അവിടെ മരിപ്പിക്കണം, അല്ലേ? അവിടെ വായിക്കുന്ന ആകെ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. ജഡം സഹോദരൻ, ജഡത്തിന് മാറ്റം വരും. നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവുണ്ട്, അതിനാണ് നമ്മൾ കടക്കാരായി പോകുന്നത്. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന എപ്പോഴാണ്? നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിനെ നഷ്ടമാക്കി കളയുന്നത്. അപ്പൊ അതിനെന്ത് വേണം? അതിനടുത്ത വാക്യം വായിക്കുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അപ്പോൾ എങ്ങനെയാ? നമ്മളിൽ ദൈവത്തിന്റെ വചനമുണ്ടോ? ദൈവത്തിന്റെ ശക്തി നമ്മളുണ്ടോ? ആളറിയ വചനം നമ്മളുണ്ടെങ്കിലേ നമുക്കിതിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് വ്യക്തിപരമായ ഡ്യൂട്ടിയാണ്. എന്ത്? അടുത്ത ആ വാക്യം എന്താ വായിക്കുന്നത്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ, ആ വാക്യം ഒന്ന് വായിച്ചേ, 13. കാരണം അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, ഒരുവേള സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുമ്പോൾ എന്നാ ചെയ്യുന്നു?
അവളോട് സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനല്ല, ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. അത് നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വചനം നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ആ ആപ്ലിക്കേഷൻ എങ്ങനെ? അവിടെ വായിക്കുന്ന എന്താണ്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. അപ്പോൾ കണ്ണുകൊണ്ട് കാഴ്ചയിലാണ് പുരുഷന്മാരെ സംബന്ധിച്ച് കാഴ്ച നോക്കുമ്പോൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങളിലാണ് ഒരു പുരുഷൻ ആകർഷിക്കപ്പെടുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് കാഴ്ചയിലല്ല, കേൾവിയിലാണ്. ആമേൻ. കേൾവിയുടെ പുറത്താണ് ആകർഷിക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ സ്തോത്രം, ഇവിടെ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ പൗലോസ് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ ആത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ കണ്ണുകൾ കാണുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ, ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അങ്ങോട്ട് നോക്കാതെ വണ്ണം ദൈവാത്മാവ് സൂക്ഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കും. പരദൂഷണവും ദുഷ്ടതയും പേടിപ്പെടുത്തുന്ന കാര്യവും ഭാരപ്പെടുത്തുന്ന കാര്യവും കേൾക്കാനായിട്ട് റെഡിയാകുമ്പോൾ, ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവെ ഇതെനിക്ക് കേൾക്കരുത്, എന്റെ ചെവികളെ കർത്താവ് ഇതിൽ നിന്ന് സൂക്ഷിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നീ ആ പാപ വിഷയങ്ങൾ കേൾക്കാതെ വണ്ണം നിന്റെ ചെവികളെ സൂക്ഷിക്കും. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരിക്കും നിശ്ചയം. ഇത് ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിക്കുന്നവരോടായി പറയുന്നേ. അല്ലാതെ ആരാ? വഴി പോകുന്നവരോടല്ല പറയുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ളവനോടാണ് പറയുന്നത്. കാര്യം തൊട്ടടുത്ത് ആത്മാവിനെ പ്രാപിച്ചവരോടാ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ വെറുതെ പ്രാപിക്കുവോ? പറഞ്ഞേ. എത്രയോ എണ്ണമുണ്ട് സഭകളുടെ അകത്ത്. വലിയൊരു സിംഹഭാഗവും പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാതെ ഇരിക്കുന്ന എത്രയോ പുതിയ ജനറേഷൻ പിള്ളേരിൽ ഒറ്റ എണ്ണത്തിലുള്ള അഭിഷേകം. വെറുതെ കുറെ ക്ലബ്ബ് പാട്ടും കുറെ ക്ലബ്ബ് ഡാൻസും സഭയ്ക്കകത്ത് കാണിച്ച് തുള്ളുന്നതല്ലാതെ ഇവനിലൊന്നും അഭിഷേകമില്ല. അല്ലേ? അഭിഷേകമില്ലെന്ന് ഉണ്ടെന്നൊന്നും പറഞ്ഞ സമ്മതിച്ചു വരാൻ പാടാണത്. കാര്യം ബഹുഭൂരിപക്ഷത്തെ ചെല്ലുമ്പോൾ വായിന്ന് വീഴുന്ന തെറി, ആളുകൾ ആവശ്യമില്ലാത്തത് കാണാൻ ചെന്ന് നിൽക്കുന്നവൻ, ശണ്ട ഉണ്ടാക്കാൻ തല്ലുണ്ടാക്കാൻ സഭയ്ക്കകത്ത് ചാടുന്നത്. നീ എവിടെയാണ് ആത്മാവിനെ നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചത്? വായിച്ച ഭാഗം. മരിപ്പിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മുടെ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ചില കാര്യങ്ങൾ കേട്ട് ചില കാര്യങ്ങൾ നമ്മൾ വരുമ്പോ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്ത വരുമ്പോ നമ്മൾ അതിലേക്ക് മനസ്സങ്ങ് വിട്ടാലുണ്ടല്ലോ, ആ വഴി അങ്ങ് പോകുന്ന ചിന്ത ഇതിലൂടെ കേറി അങ്ങനെ രസം ഇങ്ങനെ രസം ഇതെല്ലാം മരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇന്ദ്രിയം പ്രാപിക്കണമേ. ഇന്ദ്രിയം പ്രാപിക്കണം. എങ്ങനെ ഇന്ദ്രിയം പ്രാപിക്കുന്നത്? നീ ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നീ കാഴ്ചകൾ കാണുമ്പോഴാ നീ പാപത്തിൽ വീഴുന്നതെങ്കിൽ, കേൾക്കണേ, നീ കാഴ്ചകൾ കാണുമ്പോഴാ പാപത്തിൽ വീഴുന്നതെങ്കിൽ നിന്റെ കണ്ണുകളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. നീ നിന്റെ സംസാരത്തിലാണ് വിഷയം. നിനക്ക് വായിന്ന് ഇങ്ങനെ കൊളകൊളകൊളാന്ന് സംസാരിക്കുന്നവനാണ്, നീ സംസാരത്തിൽ വീണു പോകുന്നവനാണ്. നിന്റെ വായിലെ നാക്ക് നിമിത്തം നീ പാപത്തിൽ വീണോണ്ടായിരിക്കുന്നത്. അങ്ങനെ നിന്റെ വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതിന് ദൈവ കൃപയിൽ ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം നാവിനെ. കണ്ടോ? ഇത് പറയുമ്പോ ഉറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പാപം ചെയ്തിട്ട് പോയാൽ അങ്ങ് പോവില്ല. വെള്ളയുടുപ്പും കറുത്ത വാടി ഇട്ടെന്ന് പറഞ്ഞ് മുഖത്ത് ക്ലീൻ ഷേവാന്നൊന്നും പറഞ്ഞ് അക്കരെ നാട്ടി പോവില്ല. ഹല്ലേലൂയ. അപ്പോൾ വചനം മനസ്സിലാക്കണം. ഇനി ഒന്നും കൂടെ ചിന്തിച്ച് ഇങ്ങോട്ടൊന്നും വരണമെന്ന് ചിന്തിച്ചതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നടത്തുന്നുണ്ട് അങ്ങോട്ട് വന്ന വായിച്ച് തുടർന്ന് ദൈവാത്മാവ് നിന്നെ. അപ്പൊ ആരാ ദൈവമക്കള്? അല്ല, ദൈവാത്മാവ് നടത്തുന്നവരാ ദൈവമക്കള്. ദൈവാത്മാവ് നടത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം.
അവരാ ദൈവമക്കള്. കാര്യം പരിശുദ്ധാത്മാവിനെ തന്ന എന്തിനാണ്? നിന്റെ പാപശക്തികളെ നീ ജയിക്കുവാൻ, നീ ദൈവകൃപയിൽ ആശ്രയിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ പിതാവ് നൽകിയത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എന്തിനാ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മൾ പാപത്തെ ജയിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അതിനാൽ നമ്മൾ പാപത്തെ ജയിക്കുമ്പോൾ നാം ദൈവമക്കളായി തീരുകയാണ് ചെയ്യുന്നത്. ആർക്കും ഇതറിയത്തില്ല. എല്ലാവരും പറയുന്നത് പരിശുദ്ധാത്മാവത്തൊന്ന് പ്രവചനം പറയാനാണ്, അത്ഭുതം നടത്താനാണ്, അല്ലെങ്കിൽ അസുഖം വലിയ പ്രശ്നം. ഇതൊന്നുമല്ല. പരിശുദ്ധാത്മാവ് തന്നത് നിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെയും നിനക്ക് ഈ ലോകത്തിൽ ജയകരമായി ജീവിക്കേണ്ടത്. ഏതാ ഈ ജയകരം? ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒത്തിരി സഭകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒത്തിരി സഭകളും ഒത്തിരി പാസ്റ്റർമാരും ജയകരമായ ജീവിതം എന്ന് പറയുമ്പോൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വന്തം ആത്മാവിനാൽ പാപത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ജഡം, ലോകം, പാപപിശാച് നിന്നെ സ്വാധീനിക്കാതെ ആത്മനിറവിൽ നീ ജീവിക്കുന്നതിനെയാണ് ജയകരമായ ജീവിതം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഇവിടെ നിന്ന് ഏറ്റവും നല്ല ദൂരദേശത്ത് പോയി അവിടെ സെറ്റിൽ ചെയ്ത് ഏറ്റവും നല്ല സ്തോത്രം എന്താ പറയുന്നത് ശമ്പളം മേടിച്ച് നല്ലൊരു സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നീ ഫ്ലറിഷ് ആകാൻ വേണ്ടി, അതല്ല ജയകരമായ ജീവിതം. അത് പാപ മനുഷ്യന്റെ ലോക ജീവിതമാണ്. അത് നിന്നെ കൊണ്ട് ജീവിപ്പിക്കാൻ പിശാച് വശീകരിക്കുന്നേ ഉള്ളൂ. അത് ആർക്കറിയാൻ മേലാത്ത? കാശുണ്ടാക്കണമെന്നും വീട് വെക്കണമെന്നും ജോലി മേടിക്കണമെന്നും മക്കളെ വളർത്തി അവരെ വലിയ സ്ഥാനത്ത്, ഇത് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇത് സാധാരണ ജീവിതമല്ലേ പറയുന്നത്? പിന്നെ എന്താ ജയകരമായ ജീവിതം? ഇതാണ് സംഭവം. ഹല്ലേലൂയ. നമ്മൾ ഈ പാപപ്രവർത്തികളെ ശാസിക്കുമ്പോൾ അതിനാൽ ദൈവം നമുക്ക് ബോധം നൽകും. ആമേൻ. അവിടെ വായിക്കും, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ. ഇന്ന് ഒത്തിരി പെന്തക്കോസുകാർക്ക് ഈ സത്യവചനം കേൾക്കുമ്പോൾ ഭയങ്കര കൃമികടിയാ. കാര്യം ശരിയായിട്ട് ദൈവസന്നിധി വന്നതല്ല. ഇതൊന്നും ഏതാണ്ട് തരാന്നോ ഏതാണ്ട് കിട്ടുമെന്നും പറഞ്ഞു വന്നു കയറിയിരിക്കുന്നവരാണ് വലിയൊരു കൂട്ടര്. ദൈവശബ്ദം പോലും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പിന്നെ കൃപയാൽ വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഒരു കൂടുതലുമില്ല, കുറവുമില്ല, ഇങ്ങനെ ഇരുന്നു പോകുന്നവരാണ്. മനസ്സിലാക്കണേ, കാഹളം ധരിക്കുമ്പോ നീ അവിടെ തന്നെ ഇരിക്കും, എതിർ ക്രിസ്തുവിന്റെ തലയിൽ കയറാനായിട്ട്. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് പ്രകാശിക്ക്. ഇനിയുള്ള കാലങ്ങളിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. ചിലർക്ക് ഈ സെക്കുലർ അവരുടെ സ്റ്റഡീസിന്റെ കാലഘട്ടത്തിൽ ഈ ബിസിനസ്സിനും മണിക്കൊക്കെ, പണത്തിനും ആ ബിസിനസ്സിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു വരും. അവര് കൃപയിലേക്കല്ല, അവര് വിശ്വാസത്തിന്റെ സത്യവചനങ്ങൾ കേട്ട് കഴിയുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ഈ ബിസിനസ് വിട്ടുപോകില്ല. അവർ ആ ബിസിനസ്സിൽ തന്നെയാണ് അവന്റെ ആത്മീയ ജീവിതം ചിന്തിക്കുന്നത്. എനിക്ക് എന്നാ കിട്ടും, എനിക്ക് വന്നാൽ എന്നാ കിട്ടും. അവന്റെ അകത്തു നിന്ന് ആ ബിസിനസിന്റെ ആ സ്പിരിറ്റ് പോയിട്ടില്ല. അവൻ പറയുന്ന ആ മൈൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് സമൂഹത്ത് വലിയൊരു വില കിട്ടും. കാര്യം ഞാൻ എല്ലാത്തിനെയും പരിശോധിച്ച് അളന്ന് തൂക്കി അതിന് കൃത്യമായ വിലയിട്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ ബുദ്ധിമാനായ ഞാനാണ് ഈ 66 പുസ്തകവും അതിൻ്റെ അകത്ത് റോമാലേഖനവും അതിൻ്റെ അകത്ത് 8-ാം അധ്യായം അതിൻ്റെ അകത്ത് ഒരു എത്രാം വാക്യവാ സ്വന്തം ഈ പറയുന്നത് പോലെ ഒരു 13-ാം വാക്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഇടയാകുന്നത്. കർത്താവ് പറയുന്ന, മകനെ വല്ല വിധേനയും നീ കയറി പോരണം. ഹല്ലേലൂയ. ഇതിനാണ് സ്വർഗം മറുവശത്ത് നിൽക്കുന്നത്. ഹല്ലേലൂയ. ചിലർ പാസ്റ്റർമാരോടാണ് വൈരാഗ്യം. പാസ്റ്റർമാർ ചെയ്തില്ല, പാസ്റ്റർമാർ നടത്തിയില്ല, പാസ്റ്റർമാരുടെ കുറവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കൽ പോലും ഈ ലേഖനങ്ങളൊന്ന് വായിച്ച് ഗ്രഹിച്ചവരാണെങ്കിൽ ആരുടെ നേർക്ക് കൈ കൊണ്ടതില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് രക്ഷിക്കപ്പെടാതൊരു വലിയ കൂട്ടം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കർത്താവിനെ അറിയാത്തൊരു വലിയ കൂട്ടം പെന്തക്കോസിന്റെ അകത്തുണ്ട്. അഭിഷേകം ഇതുവരെയും വരാത്ത പുതിയ തലമുറ, തുള്ളാനും ചാടാനും മാത്രം അറിയുന്ന കുറെ പേര്. ഹല്ലേലൂയ. സോദരം, വചനം ഒന്നും അറിയത്തില്ല. തുള്ളുക, ചാടുക, എന്താ ലേറ്റസ്റ്റ് ട്രെൻഡുകളിൽ ജീവിക്കുക. ആ ട്രെൻഡ് ആത്മീയത്തിൽ പൊതിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും നടക്കുന്നില്ല ഇതിൻ്റെ അകത്ത്. ഹല്ലേലൂയ. വായിച്ചേ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച് നമുക്ക് സ്തോത്രം. നമ്മൾ ആ ഭാഗം വായിച്ചുള്ള മത്തായി സുവിശേഷത്തിന് വായിച്ചു. ഞാനോ നിങ്ങളോട് പറയുന്നു, നീ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനല്ല ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്ത് 4-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്നത് എന്താണ്?
ഓരോരുത്തർ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. അപ്പൊ ഈ കാമവികാരം എന്ന് പറയുന്നത് മനസ്സിലാക്കണം, അതിന് ശരിക്കും കൈകാര്യം ചെയ്യേണ്ട സാധനം തന്നെയാണ്, അല്ലേ? ഹല്ലേലൂയ. ചിലരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവർ ശരിക്കും നോക്കിയറിയാം അവര് സംഭവം എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു വാണ്ടഡ് പ്ലഷറിൽ ഇങ്ങനെ ഇരിക്കുക. അവരെ പ്രത്യേക ഒരവസ്ഥ. അത് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്, രണ്ടുപേരും അല്ല, പുരുഷന്മാരുടെ മാത്രം തല വെക്കരുത്. ഇത് അനേക സ്ത്രീകൾ പെമ്പിള്ളാര് തന്നെ ചെല്ലുമ്പോ വേറെ വിചാരത്തിലിരിക്കുന്നതാണ് ഭൂരിപക്ഷവും, അല്ലേ? കാരണം ഇതൊന്നും ആത്മീകമല്ല, ഇത് സഭയ്ക്കകത്ത് കടന്നു വരരുത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവവൈതൽ രക്ഷിക്കപ്പെട്ടവനാണ് എങ്കിൽ അവൻ ഈ മാന്യത കൊടുക്കണം. ഈ പുതിയ ജനറേഷനിലുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് പറയാ, അവർക്ക് ഈ വിശുദ്ധിയോ പരിശുദ്ധാത്മാവിന്റെ കൃപയനുസരിച്ച് ജീവിക്കുകയോ ആത്മാവിനനുസരിച്ചുള്ള ജയജീവിതം ഒന്നും പറഞ്ഞ പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. അവര് പറയുന്നത് ഞങ്ങൾക്കൂടെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. ഇവരാരാ? ഇത്രയും വർഷമായിട്ട് അഭിഷേകമില്ല, വീണ്ടും ജനിച്ചിട്ടില്ല. ഈ സ്നാനപ്പെടുന്നതും വീണ്ടും ജനിക്കുന്നതും രണ്ടും രണ്ടാകട്ടോ. സ്നാനം വേറെ, വീണ്ടും ജനനം വേറെ. ആത്മാവിൽ വീണ്ടും ജനനം, പുതുതായിട്ട് ജനിക്കുന്ന അനുഭവം വേറെയാണ്. അത് ആർക്കും കൊണ്ട് പാത്രത്തിന്റെ അകത്തോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതൊരു സ്നാനക്കുളത്തിന്റെ അകത്ത് ഇറങ്ങിയ കിട്ടുന്നതല്ല. വിശ്വസിച്ച് സ്നാനപ്പെടണം. ആ വിശ്വാസം ആദ്യം വരാത്തവൻ എങ്ങനെ ഇത് വരുന്നേ? ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു സ്പാർക്ക്, അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ വരാത്ത അനേകർ ഇതിന്റെ അകത്തിരുന്നു കൊണ്ട് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇതെന്തിനാന്ന് സഭയോട് പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇത് ദുഷ്കാമത്തെ കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ വായിക്കുന്ന എന്താ? സ്തോത്രം, ജാതികളെ പോലെ കാമവികാരം, അല്ലെ? എന്ത് ഭയങ്കര ഒരു പദം അത്, കാമവികാരം. എന്തിനാണ് ഞാൻ ചോദിച്ചത്? ദൈവസഭയ്ക്കകത്ത് വീണ്ടും ഇരിക്കുന്ന വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി കൊടുക്കുമ്പോ കാമവികാരത്തെ കുറിച്ച് പറയുന്നേ. വീണ്ടും ഇതിൻ്റെ അകത്ത് ചാകാത്ത ഒത്തിരി എണ്ണം ഇരിപ്പുണ്ട്. അതാണ് യാഥാർത്ഥ്യം. മനസ്സിലാകുന്നുണ്ടോ? ചിലരെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോണ്ടല്ലോ, അയ്യോ ഞാനിവിടെ വന്നു പോയല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഗതികേട് കൊണ്ട് വന്ന് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നവരുണ്ട്, ഗതികേട് കൊണ്ട്, വേറെ വഴിയില്ല. അങ്ങനെ വരുന്നവരുണ്ട്. പറ്റുമെങ്കിൽ ഒരവസരം കൊടുത്തിട്ട് ഒരു 10 ലക്ഷം രൂപ എഴുതി കൊടുത്ത് എനിക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ പോകാന്ന് പറഞ്ഞാൽ അന്ന് സ്ഥലം കാലിയാക്കും വേണമെങ്കിൽ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് ഓരോരുത്തർ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ചെക്ക് എഴുതിയോ എങ്ങനെയെങ്കിലും വെച്ചിട്ട് കൊടുത്തിട്ട് പറയാ, നീ ധൈര്യമായിട്ട്, ഞങ്ങളൊന്നും പറയാം, നിനക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ പോകാം, ജീവിക്കാനുള്ള തുക ഞങ്ങൾ ഈ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പറിയ എത്ര പേര് ഈ പെന്തക്കോസ്ത് വിട്ടുപോകും. ചെറിയ തുക കൊടുത്താൽ പോരാ, നല്ല തുക കൊടുക്കണം. എന്നിട്ട് എന്നാ പറയണേ? ഇത് വെറുതെ നിന്നല്ല, ഇഷ്ടമുള്ള വിശ്വാസം. കാരണം എന്നാ? എന്നിട്ട് ഈ സത്യവചനം പറയാം, അകത്ത് വന്നിരുന്ന് ഇതുപോലെ സ്വന്തം വചനപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഈ കാമവികാരം ഒന്നും പറ്റില്ലെന്ന് പ്രസംഗിച്ചു നോക്കണം. അപ്പൊ അറിയും ഒറിജിനൽ എവിടെ ഇരിക്കും എന്നുള്ളത്. ഇന്ന് സഭയ്ക്ക് വലിയൊരു ശുദ്ധീകരണം ആവശ്യമാ. കാര്യം വീണ്ടും ജനിക്കാത്തവരുടെ എണ്ണം ഇതിന്റെ അകത്ത് കൂടുന്നത് കൊണ്ട് ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പാസ്റ്റർമാർ അനേകര് സ്തോത്രം ഈ പറയുന്ന ജഡീകരുടെ താല്പര്യത്തിന് വേണ്ടി നടന്നും പ്രവർത്തിച്ചുമായി അവരിലുള്ള ദൈവകൃപ പുറത്ത് വെളിപ്പെടാതിരിക്കുക. അനേക പാസ്റ്റർമാരുടെ അവസ്ഥ എനിക്കറിയാം. അവർക്കൊന്നും പറയാം, അവർക്ക് കാര്യം അറിയാം. ഇങ്ങനെ വന്ന് നിൽക്കുന്ന 2 വാക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാവോ? ശിംശോന്റെ പോലെ ആയിപ്പോകും. എന്നും ദലീലയുടെ മടി തലവെച്ച് ഒരു ദിവസം നിന്റെ തലയുടെ ജടയെല്ലാം ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുക. കൃപകളും ദൈവശക്തി എല്ലാം മുറിച്ചു കളയും. ഒരു ദിവസം ചാടി എഴുന്നേൽക്കുമ്പോഴാണ് രസം. ഇവന് വായിൽ വചനം വരുന്നില്ല, ഉപദേശം വെളിപ്പെടുന്നില്ല, ദൈവകൃപ വെളിപ്പെടുന്നില്ല. എന്നെ കാണണമെന്നറിയാമോ? കുറെ നാൾ ദലീലയുടെ മടി കിടന്നല്ലേ. ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇങ്ങനൊരു വലിയ ചതി ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, സഭയ്ക്കകത്ത് വലിയൊരു ശുദ്ധീകരണം വരുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കും. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, നോർത്ത് ഇന്ത്യ പഠിച്ചിട്ട് പോയ പിള്ളേർ, അല്ലേ? ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പോയ പിള്ളേർ, ഇവർ ഓരോരുത്തർക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് അവരെ ഓരോരുത്തരെ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നത്. ഓരോരുത്തർക്ക് വേണ്ടി വെളി രാജ്യങ്ങളിലുള്ള ഓരോരുത്തർ അവർക്ക് വേണ്ടി പൈസ എല്ലാം പറയുന്നത്, അവർക്ക് എന്നാ പറയുക, സ്പോൺസർഷിപ്പിലേക്ക് വരും. അവരെ സ്പോൺസർ ചെയ്യും. അവർക്ക് പഠിക്കാനുള്ളത്, അവരെ ജീവിക്കാനുള്ളത് എല്ലാം
എല്ലാം അവിടെ ഒരു എന്താ പറയുന്നത് ഒന്നുമില്ലാതെ വന്നു കയറിയതിന് ദിവസങ്ങൾ കഴിയുമ്പോൾ ലാപ്ടോപ്പായി, അവന് സാധനങ്ങളായി, ബാഗായി, പൈസയായി, എല്ലാ കാര്യം, വസ്ത്രങ്ങളായി, എല്ലാ കാര്യം ഇവന് എവിടുന്ന് കിട്ടി? ഇവന്റെ ഗുണം കൊണ്ട് കിട്ടിയതാണോ? അല്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ മഹത്വം അറിയുന്ന ആരൊക്കെയോ ലക്ഷങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരുപക്ഷെ ഇവൻ പ്രയോജനപ്പെടുമായിരിക്കുമെന്ന് വിചാരിച്ചു കൊടുക്കുന്നല്ലേ. ആ കാലഘട്ടത്തിൽ സുഖമായിട്ട് ഇന്ത്യയിലും വെളിരാജ്യത്തും പോയി സുഖമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് എല്ലാ പഠനമെല്ലാം കഴിഞ്ഞിട്ട് സഭയുടെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന്. കാരണം എന്നാന്നറിയാം, മൂന്ന് വർഷമോ 2 വർഷമോ 4 വർഷമോ ഒക്കെ പഠിക്കുമ്പോൾ സുഖമോ വേറൊന്നും അറിയണ്ട, സുഖ കാലഘട്ടം സെമിനാരി ജീവിതം, അവിടെ അവന്റെ കഴിവ് പ്രകടിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജീവിതമില്ലാതെ ഒരിക്കലും കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? ഞാൻ പറഞ്ഞു വരുന്നത്, പലരുടെ സ്പോൺസർഷിപ്പിൽ പോയി പഠിച്ച് പുറത്ത് നിൽക്കുന്ന പലരും ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവര് ദൈവവേല ചെയ്യണം. അപ്പൊ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് വരങ്ങളൊന്നും ഇല്ലല്ലോ, വരങ്ങളൊന്നുമില്ലല്ലോ, ദർശനങ്ങളൊന്നും ഒന്നും വേണ്ട, ട്രാക്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് വെളിപ്പാടൊന്നും വേണ്ടല്ലോ. ഞാൻ പറയുന്നതാ അനേകര് ദൈവത്തിന്റെ നാമത്തിൽ പലതും പ്രാപിച്ചിട്ട് അത് പ്രയോജനപ്പെടുത്താതിരിക്കുകയാണ്. അവർ പുറത്തു വരണം. എന്റെ പ്രാർത്ഥനയാണിത്. എത്ര പേര് ഹല്ലേലൂയ, എത്ര പേര് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങി, അവര് പിന്നെ ഈ ഫീൽഡിൽ ഇല്ല. ഹല്ലേലൂയ. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ സുഖമാ, കോപ്പി അടിച്ചും അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ചും എടുത്തൊക്കെ ആയിട്ട് മാർക്ക് നല്ലപോലെ മേടിച്ചാൽ നീ ക്ലാസ്സിൽ നല്ലവനാണ്. ക്ലാസ്സിലോ സെമിനാരിയിലുള്ള പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുത്ത് നല്ല പാട്ട്, നല്ല ഡാൻസ്. നിങ്ങൾക്കറിയോ ഈ ശനിയാഴ്ചയൊക്കെ നമ്മളെ ഈ ഞായറാഴ്ച ഇല്ല, ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വൈകിട്ട് ഈവനിങ് ചാപ്പിട്ട് നടക്കും. അപ്പൊ ഇച്ചിരി നേരം കൂടുതലാണ്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ പിള്ളേർ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഉള്ള തെലുങ്കും ഹിന്ദിയൊക്കെ പാട്ടൊക്കെ പാടിയാണ് ആയിരിക്കും. നമ്മുടെ മലയാളി പിള്ളേരെ ഹിന്ദി പാട്ടും തെലുങ്ക് പാട്ടൊക്കെ ഇട്ടാലാണ് ചിലർക്ക് ആരാധന വരത്തുള്ളൂ. അവർക്ക് അതിന്റെ അർത്ഥം പറഞ്ഞിട്ടല്ല, അതിന്റെ ഋതമാണ് വിഷയം. പിടികിട്ടിയോ? ഒന്നും വീണ്ടും ജനിച്ചിട്ടില്ല, ആരുടെയൊക്കെയോ പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊണ്ട് ഇവനൊക്കെ പഠിച്ചു. പിടികിട്ടിയോ? എന്നിട്ട് ഇത് കഴിഞ്ഞ് എനിക്കറിയാവുന്ന എത്ര പേര് കൂടെയുള്ള പഠിച്ചോണ്ട് വന്നവര് പുറത്തു പോയി മറ്റ് ഓഫീസുകളിൽ പണി ചെയ്യുന്നവരുണ്ട്, മറ്റു കാര്യങ്ങളിൽ പോയി ആ സെക്യുലർ ആയിട്ട് പഠിച്ചു മുമ്പോട്ട് പോകുന്നവരാണ് പിന്നീട്. അപ്പൊ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമേ, ഇവൻ എങ്ങനെയാ ഇതിനുള്ള അവസരം കിട്ടുക? കാര്യം ഡിഗ്രിയാണ്. നോർത്ത് ഈസ്റ്റ് ചെന്നിട്ടുണ്ടെങ്കിൽ തിയോളജിക്കൽ ഡിഗ്രിക്ക് ഡിഗ്രിയുടെ സെയിം വാലിഡിറ്റി തന്നെയാണുള്ളത്. എന്തായി ചെയ്തത്? ഇതെല്ലാം ദൈവവേലയുടെ പേര് കിട്ടിയതല്ലേ, അല്ലാതെ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. അപ്പൊ എന്താ ഇതിന്റെ വിഷയം? കർത്താവിന്റെ നാമത്തിൽ കിട്ടിയതൊക്കെ ആ നിലവാരത്തിൽ ഉപയോഗിക്കാതെയാണ് അനേകർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ശിക്ഷയ്ക്ക് കാരണമായിട്ട് തീരും. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാണ് നിന്നെ സുവിശേഷ വേലയ്ക്ക് വിടുന്നതെന്ന് പറഞ്ഞു. അവൻ ദൈവമായിട്ട് എന്തെങ്കിലും ബലം ഉണ്ടെങ്കിൽ ആ പറയരുത്, എന്നെ വിടരുത്, എനിക്ക് അഭിഷേകമില്ല, എന്നെ ദൈവം വിളിച്ചിട്ടില്ല, പഠിക്കാൻ എനിക്ക് നിയോഗമില്ല, പിന്നെ എന്നെ എന്തിനാ വിടുന്നത്? എന്തിനാ വിടുന്നത്? ഹല്ലേലൂയ. എന്തിനാ വിടുന്നത്? മറ്റൊന്നുമല്ല. സ്തോത്രം. നീ നല്ലൊരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ നിന്റെ സാഹചര്യം, നിന്റെ ഭാവിയെല്ലാം നല്ല രീതിയിൽ വരും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കെയർ ഓഫിൽ പഠിച്ച് ഇറങ്ങിയ ഒറ്റ എണ്ണം സ്തോത്രം ഇന്ന് ഈ ഫീൽഡിൽ നിൽക്കുന്നില്ല. ഹല്ലേലൂയ. വളരെ ചുരുക്കം പേര് ദൈവവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ചിലര്. എന്താ കാര്യം? ബാക്കിയുള്ളവരെന്തിയേ? 10 പേര് വന്നു, കുഷ്ഠരോഗികൾ വന്നു, ഒരുത്തൻ 10 പേര് സൗഖ്യമായി മടങ്ങി വന്നു, ഒരുത്തനുണ്ട്, ബാക്കി 9 എണ്ണം പോയി. ഒരുത്തൻ ഡെലിവറി ബോയിയായിട്ട് പോയി, ഒരുത്തൻ പെട്രോൾ പമ്പിലേക്ക് പോയി, ഒരുത്തൻ ഇങ്ങനെ പല വഴികളിലേക്ക് പോയി, അല്ല ദൈവവേലയ്ക്ക് ഇറങ്ങിയില്ല. വായിച്ച തെസലോനിക്ക ലേഖനം 1 തെസലോനിക്ക 4-ാം അധ്യായത്തിന്റെ അകത്ത് സ്തോത്രം 4-ാം വാക്യം മുതൽ ഓരോരുത്തൻ കാമവികാരത്തിലല്ല മാനത്തിലും താൻ താങ്കളുടെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അടുത്തത് അടുത്തത് അപ്പോൾ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവം ആരാണ്?
നമ്മുടെ കർത്താവ് തന്നെയാണ്. ആമേൻ. അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി എന്ന് നമ്മൾ അറിഞ്ഞു. ആമേൻ. അപ്പോൾ നമ്മൾ മടങ്ങി വരുമ്പോൾ നമുക്ക് മർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് സഹോദരൻ സഹോദരനെയും 13:12 സഹോദരൻ സഹോദരിയും അതിനെയും അപ്പൻ മകനെയും മരണത്തിൽ ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. അടുത്ത 13-ാം വാക്യം, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. മർക്കോസ് 13:13 എന്നാൽ എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 14-ാം വാക്യം, കാണുമ്പോൾ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേലിരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുക്കുവാൻ കടക്കുകയോ അരുത്. വയലിലിരിക്കുന്നവൻ വസ്ത്രം എടുക്കുവാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. സഹോദരൻ, നമുക്ക് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. ആമേൻ. ഈ കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നമ്മൾ വായിച്ചു. സ്തോത്രം. അമ്മയപ്പന്മാർക്ക് നേരെ മക്കൾ എഴുന്നേൽക്കുന്നു, മക്കൾക്ക് നേരെ അമ്മയപ്പന്മാർക്ക് എഴുന്നേൽക്കുന്നു, സഹോദരൻ സഹോദരനെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ക്ലാരിറ്റി വരുവാനായിട്ട് നമുക്ക് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 3:1 അന്ത്യകാലത്ത് സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും രോഗികളും രാഷ്ട്രീയക്കാരും വികളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ആമേൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വാക്യം ശ്രദ്ധിക്കുമ്പോ ഇത് ഭക്തിയുടെ വേഷം ശക്തി അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ ഇത് പുറത്തുള്ളവരല്ല, ഇത് അകത്ത് വന്നേക്കുന്ന, അതായത് ഈ ലിസ്റ്റിൻ പ്രകാരമുള്ള മനുഷ്യര് സഭയ്ക്കകത്ത് വളരാൻ തുടങ്ങും. വളർന്ന് സഭയ്ക്കകത്ത് ഒട്ടുമിക്ക മനുഷ്യരെയും ഇത് പിടിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കിക്കണം, പിന്നെ അതിനെ നന്നാക്കാൻ വിചാരിക്കരുത്, രക്ഷപ്പെട്ടാ മതി, അവരെ വിട്ടൊഴിയുക. അങ്ങനെ പറയുന്നത് കാര്യം നന്നാക്കാൻ, അവരെ തിരിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ലോക മനുഷ്യൻ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയാണ്, അല്ലേ? സഹോദരൻ സഹോദരനെ കൊല്ലുകയാണ്, മാതാപിതാക്കന്മാർ മക്കളെ കൊല്ലുകയാണ്, മക്കൾ മാതാപിതാക്കന്മാരെ കൊല്ലുകയാണ്, പലതിന്റെ പേരില്, പല കാരണത്തിന്റെ പേരില്. ഇത് വർദ്ധിച്ച് സഭയിലേക്ക് ഇത് കയറാൻ തുടങ്ങും. ഇത് സഭയ്ക്കകത്ത് കേൾക്കാൻ തുടങ്ങും. പല ന്യൂസുകൾ സഭയ്ക്കകത്ത്, പുറത്ത് കേൾക്കുന്ന പലതും സഭയ്ക്കകത്ത് കയറാൻ തുടങ്ങും. നമ്മൾ ചിന്തിക്കുന്നത് ആ ആനവാതിൽ കടന്ന് ഇങ്ങോട്ട് വന്നാ പിന്നെ പിശാച് ഇങ്ങോട്ട് വരത്തില്ലെന്ന്. എടാ, ആനവാതിൽ കടന്ന് വരുന്നവൻ പിശാചാന്നറിയാവോ? അല്ലേ? അതാണ് ചിലരുടെ ചിന്ത. അതിന്റെ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്നാ പിന്നെ പിശാചൊന്നും തൊടൂലെന്ന്. എടാ, വരുന്നത് പിശാച് തന്നെയാ. ഇത് ഈ പറയുന്ന ലിസ്റ്റും പ്രകാരമുള്ള പ്രശ്നം ഇനിയുള്ള കാലത്ത് എവിടെ വരും? സഭയ്ക്കകത്തേക്ക് വർദ്ധിക്കും. സഭയ്ക്കകത്തേക്ക് ഇത് വർദ്ധിച്ചു വരും. ആമേൻ. നമ്മളിത് ആ നിലവാരത്തിൽ വേണം ഈ കാര്യം ഗ്രഹിക്കാനായിട്ട്. കാര്യം ലോക മനുഷ്യന്റെ അതേ സ്വഭാവം സഭയ്ക്കകത്തിരിക്കുന്നവരിലും വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ തിമോഥെയോസിന് പൗലോസ് ഇത് ലേഖനം എഴുതുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അത് ഓർക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് അറിയണം. ഇത് അസാധാരണമല്ല, ഇത് സാധാരണമാ, ഇത് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്.
യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തു വരുമ്പോൾ, കർത്താവിന്റെ മടങ്ങി വരവ് അടുത്തു വരുമ്പോൾ, ലോകത്തിലും സഭകളുടെ അകത്തും ഈ വ്യത്യാസങ്ങളും പറഞ്ഞ അടയാളങ്ങൾ 1 by 1 വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. ഒന്നും കൂടെ നമ്മൾ വായിക്കാം. ആ ലിസ്റ്റിൽ പ്രകാരം പുറത്തെ സകല മനുഷ്യരും നോക്കിയാൽ ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവരില്ലെന്ന് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടാത്തവർ പാപ സ്വഭാവത്തിരിക്കുന്ന വ്യക്തിയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിറ്റി കിടപ്പുണ്ട്. അത് ഗുണത്തിനല്ല, ദോഷത്തിനായിട്ടുള്ള ക്വാളിറ്റീസ് ആണത്. അല്ലേ വായിച്ചത്? കണ്ടോ, മനുഷ്യർ സ്വസ്നേഹികൾ. ഇന്ന് ശ്രദ്ധിച്ചേ, ഫോൺ എടുത്തേ, ഫോണിന്റെ ഫ്രണ്ടിലുള്ള ക്യാമറയുടെ പേരെന്നാ? സെൽഫി ക്യാമറ. എന്നാ? ഞാൻ എന്നെ തന്നെ ഒന്ന് കാണട്ടെ, ഞാൻ എന്നെ തന്നെ ഒന്ന് അറിയട്ടെ, എൻ്റെ വാക്ക് എനിക്ക് തന്നെ രസമാകുന്നു, എൻ്റെ രൂപവും എൻ്റെ ഭാവവും എല്ലാം ഞാൻ തന്നെ അതിനെ സ്നേഹിക്കുന്ന അവസ്ഥ. സ്വസ്നേഹികളായി തിരി. എൻ്റെ കാര്യം, എൻ്റെ ഭവനം, എൻ്റെ വിഷയം, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ പണം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ അല്ലേ? ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. ഞാൻ ചോദിക്കട്ടെ, പണം വിട്ട് ആരെങ്കിലും എന്തെങ്കിലും കളിക്കുമോ എന്ന് പറയൂ? എന്തെങ്കിലും പണത്തിന്റെ ഏതാണ്ടൊരു സ്വന്തം ആളല് വാസന വല്ലയിടത്തുനിന്നും വരുന്നു എന്ന് കേട്ടാൽ, പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ ഉറവ വരുന്നിടത്ത് പമ്പ് സെറ്റ് വെച്ച് അടിക്കുന്ന സ്വഭാവം അല്ലേ? എന്തെങ്കിലും വരും എന്നറിഞ്ഞ അവിടെ ചെന്ന് കുമിഞ്ഞുകുത്തി വീണ് 10 പൈസ അതിൻ്റെ അകത്ത് നേടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കാലഘട്ടമായത് അല്ലേ? കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം പഠിപ്പിച്ച ഒരു അറിവുണ്ടേ, പണമുള്ളവൻ പറഞ്ഞ വാക്കിന് വില കാണും അല്ലേ? പക്ഷേ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങളിൽ മഹത്വക്കൾ, സ്തോത്രം, അങ്ങനെയുള്ളവരെ അല്ലേ, സ്തോത്രം, നിങ്ങൾ അങ്ങനെ അരുത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്ക് അതൊന്നും കൂടെ ഒന്ന് എടുക്കാം. അവിടെ നിന്നേ സ്തോത്രം, ഞാൻ ആ വാക്യം പറയാം. സ്തോത്രം, അതിന്റെ 22-ാം അധ്യായം അവിടെ വായിക്കുന്ന എന്താണ്? തങ്ങളുടെ 22-ന്റെ 24, 25 മുതൽ അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവർ ഉപകാരികൾ എന്ന് പറയുന്നു, നിങ്ങളോ അങ്ങനെയല്ല. അത്ര അവിടെ പറയുന്നത്. എന്നാൽ ലൂക്കോസ് നമുക്ക് നോക്കാം, മർക്കോസിന്റെ നോക്കാം, നമുക്ക് എന്താ അവിടെ പറയുന്നതെന്ന്. ആമേൻ, സ്തോത്രം. Hallelujah. 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 അതിന്റെ സ്തോത്രം, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം. അത് ശേഷം 10 പേര് കേട്ടിട്ട് യാക്കോബിനോട് യോഹന്നാനോട് കൂടെ നിരസപ്പെട്ടു തുടങ്ങി. 42-ാം വാക്യം. യേശു അവരെ അടുക്കൽ വിളിച്ചു അവരോട്, ജാതികളിൽ അധിപതിയായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അറിയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാനും അത്രേ വന്നത്. ആമേൻ. അവിടെ നമുക്ക് മറ്റൊരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. സ്തോത്രം. സ്തോത്രം. അതിന്റെ
മത്തായി സുവിശേഷം 20-ാം വാക്യം. അതിന്റെ 24 മുതൽ വായിക്കാം. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. 25-ാം വാക്യം. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അങ്ങനെ അരുത്. അപ്പോൾ മനസ്സിലാക്കണം, ഈ പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത് സ്വസ്നേഹത്തിന് ഇവിടെ യാതൊരു സ്ഥാനമില്ല. ഉണ്ടോ? ഇവിടെ സ്വസ്നേഹത്തിന് വല്ല സ്ഥാനമുണ്ടോ? കാരണം നിങ്ങൾ അധിപതികളാകണം അല്ലെങ്കിൽ അധികാരികളാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ വിധം ഒരിക്കലും ദൈവത്തിന് പ്രസാദകരമല്ല. ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും. ഞാൻ പറയട്ടെ, എത്രയോ കാര്യങ്ങളാണ് വഴിയിലിട്ടും അനേകരുടെ മാതാപിതാക്കന്മാരെ വഴി കൊണ്ടിട്ട് നശിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ നല്ല സമയത്തൊന്നും മക്കളെ നോക്കിയിട്ടുണ്ടാവില്ല. അവരല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ജീവിക്കാനുള്ളത് ഭക്ഷണമാകട്ടെ, പാർപ്പിടമാകട്ടെ, അല്ലെ ഫീസാകട്ടെ ഒക്കെ കൊടുത്ത് പിള്ളേരെ വളർത്തും. ഇവർക്ക് സ്നേഹം കൊടുക്കൂല. അതും അനേക മാതാപിതാക്കന്മാരുടെ വലിയൊരു പരാജയമാണ്. ഇവർ ലോകപ്രകാരം എല്ലാം കൊടുക്കും. മക്കൾക്ക് ഭക്ഷണം കൊടുക്കും, ഫീസ് കൊടുക്കും, ജീവിക്കാനുള്ള വീടും സാഹചര്യവും വണ്ടിയും എല്ലാം മേടിച്ചു കൊടുക്കും. പക്ഷെ ഒരിക്കലും മക്കളോട് സ്നേഹമായിട്ടൊരു വാക്ക് പറയത്തില്ല. അവരെ സ്നേഹിക്കത്തില്ല. അവരുടെ പ്രശ്നങ്ങള് വ്യക്തിപരമായി ജീവിതത്തിൽ ചെന്ന് കേട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം ഈ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇതൊരു വലിയ വിഷയമാണ്. അനേകരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഒരു തലമുറയിലുള്ളവരെല്ലാം പല വേദനകൾ അനുഭവിച്ചിട്ടാണ് അടുത്ത തലമുറയെ വളർത്തുന്നത്. പക്ഷെ അടുത്ത തലമുറയെ വളർത്തുമ്പോൾ ഇവര് പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങൾ കുറെ അനുഭവിച്ച, അതുകൊണ്ട് നിങ്ങൾ സമാധാനം അനുഭവിക്കേണ്ട, ഇതൊക്കെ തരാനുണ്ട്, വേണേ ജീവിച്ചോ. പക്ഷെ അവര് ജീവിക്കുന്ന എങ്ങനെയാ? അവർക്ക് സ്നേഹം കിട്ടേണ്ടിടത്ത് സ്നേഹം കിട്ടാതെയും കരുതൽ കിട്ടാതെയും അവര് വളർന്നു വരുമ്പോൾ അവരാരെ കണ്ടിട്ടാ സിനിമയിലുള്ള നായകന്മാരെ നോക്കിക്കൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ. മറ്റ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും നടക്കുന്ന സംഭവങ്ങളെ കണ്ട് ജീവിക്കും. കൂട്ടുകാർ പറയുന്നു കേട്ട് കാര്യങ്ങളിലോട്ട് ജീവിക്കും. അവസാനം ഒരു ദിവസം വീടിന്റെ അകത്ത് ലൂസിഫർ പോലെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നത്, ഇതെപ്പോഴാ മകനെ നീ ഇങ്ങനെ ആയത്? അവനെ വളർത്തി ഒരു ദിവസം കൊണ്ടല്ല മകനോ മകളോ ആകുന്നത്. അവരുടെ വേദനകളിലും കണ്ണുനീരുകളിലും ഭാരങ്ങളിലും അവരോടുകൂടി ഇരുന്ന് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കാതെ ഇരുന്ന മാതാപിതാക്കന്മാരാണ് ബഹുഭൂരിപക്ഷവും ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ അകത്തൂടെ പോകുന്നത്. അല്ലേ? അവര് പഠിക്കത്തില്ല. സ്വാർത്ഥരായി മുമ്പോട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലരെ സംബന്ധിച്ച് മാതാപിതാക്കന്മാരെ ഏതെങ്കിലും ഒരു ജോലിയോ ഏതെങ്കിലും ഒരു തിരക്കോ ഉള്ള വിഷയത്തിലിരിക്കും. അവര് പറയുന്നത്, ഞങ്ങൾക്കെന്നും തിരക്കല്ലേ. അതായത് ഒരു കുഞ്ഞു വളർന്നു വരുന്ന ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്നും ഒരു പ്രായത്തിലല്ല, ഒരു ഡിഗ്രി വരെയോ അവര് വിവാഹം കഴിച്ച് വിടുന്ന ഒരു സമയം വരെ ഇവരുടെ ജീവിതത്തിൽ മാതാവിന്റെ പിതാവിന്റെ ആവശ്യവും അവരുടെ ഉപദേശവും അവരുടെ ലാളനയും അവരുടെ നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവസ്ഥയില്ല. അപ്പൊ അവരുടെ ഭാവങ്ങളെ കണ്ട് അവരോട് ചെന്ന് അത് ചോദിച്ച് മനസ്സിലാക്കേണ്ട പല രംഗങ്ങളുണ്ട്. അവിടെയെല്ലാം അപ്പനും അമ്മയും മൗനമായിട്ടിരുന്ന് ഞങ്ങൾക്കിത് കിട്ടിയില്ല, നിങ്ങൾക്കിത് വേണ്ട എന്നുള്ള മാനസികാവസ്ഥയിൽ ഇരുന്നു. ആമേൻ. ഹല്ലേലൂയ. പുറത്ത് പത്രങ്ങളും മാധ്യമങ്ങളും കാണുന്നത് എന്താണെന്നറിയാവോ? ഇവര് പ്രശ്നങ്ങളിൽ ചെന്ന് വീണു, അല്ല അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോ അത് വലിയ വാർത്തയാ. ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത് എങ്ങനെയാ? ആരെങ്കിലും ചോദിച്ചോ? ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയായി മാതാപിതാക്കന്മാര് വളർത്തിയത് ചോദിച്ചിട്ടുണ്ടോ? അവരുടെ പ്രശ്നങ്ങളിൽ ഇവർ എപ്പോഴെങ്കിലും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ? അവരുടെ വേദനകളെ കേട്ടിട്ടുണ്ടോ? ജാതികളുടെ ഇടയിൽ കാണത്തില്ല. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും സ്തോത്രം പരിഹരിച്ചേ മുമ്പോട്ട് പോകാവുള്ളൂ കേട്ടോ. വായിച്ച അടുത്ത ഭാഗം. സ്തോത്രം. അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും
നന്ദി കെട്ടവരും. അടുത്തത് കണ്ടോ, അവിടെ വായിക്കുന്നത് അശുദ്ധർ. അടുത്തത് ഇന്ന് ഈ കാറ്റഗറിയിൽ ഒത്തിരി പേരുണ്ട്. വാത്സല്യമില്ലാത്തവർക്ക് വാത്സല്യമില്ല, അതായത് അവരിൽ ക്രൂരതയാണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അനുസരിച്ച് അവർക്ക് മറ്റൊരു വ്യക്തിക്ക് വാത്സല്യം കൊടുക്കാം. അവനിൽ വാത്സല്യം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് വാത്സല്യം കൊടുക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ അവന്റെ ജീവിതത്തിൽ തീർച്ചയായും വാത്സല്യം കൊടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. കാര്യം അവൻ വീണ്ടും ജനിച്ചത് ദൈവത്തിന്റെ കൃപയാലാണ്. തീർച്ചയായും ദൈവാത്മാവ് അവന്റെ ഹൃദയത്തിൽ വാത്സല്യം കൊടുക്കാൻ ഇടയായി തീരും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ലോക മനുഷ്യരിൽ ഈ സ്വഭാവം, അവർ വാത്സല്യമില്ല. അടുത്തത് വാത്സല്യമില്ലാത്ത. അടുത്തത് ഇണങ്ങാത്തവര്. അത് ഭയങ്കര, ചിലര് കഠിനമായ ചില ജോലികളുടെയും ചില പശ്ചാത്തല ജീവിത അനുഭവങ്ങളുടെ നടുവിൽ ചിലര് കഠിനപ്പെട്ടു പോകും, അല്ലേ? കഠിനപ്പെട്ടു പോകും. അപ്പൊ ചിലർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല സുവിശേഷം. നീ വീണ്ടും ജനിക്കണം. പരിശുദ്ധാത്മാവ് നിനക്ക് മാംസളമായ ഒരു ഹൃദയം തരും. വേദനകളും ഭാരങ്ങളും വിഷമങ്ങളും കണ്ടാൽ മനസ്സിലാകുന്ന ഒരു ഹൃദയം പരിശുദ്ധാത്മാവ് നിനക്ക് വരും. പക്ഷെ നീ ദൈവസന്നിധി ചെല്ലണം, അല്ലാതെ പിന്നെ എങ്ങനെ കിട്ടാന്? അല്ലേ? എന്താണ് ആ വാക്യം വായിക്കുന്നത്? വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. അടുത്തത് ചിലർക്ക് ഇത് വലിയൊരു പ്രശ്നമാണ്. എപ്പോഴെങ്കിലും ഒരു വ്യക്തിനെ കുറ്റം പറയാതെ, മറ്റൊരുവന്റെ ഒരു വിഷയങ്ങൾ കുറ്റം പറയാതെ ഇവന് നാക്കടക്കാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. എപ്പോൾ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടുപേര് കൂടിയ മൂന്നാമെന്നവന്റെ കുറ്റം കുറ്റം കുറ്റം. ഇവന് ഒരിക്കലും, ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമ്മൾ അവരെ സൂക്ഷിച്ചു പഠിച്ചറിയാം, അവരൊരു മനുഷ്യന്റെ ഒരു നല്ല കാര്യം പറയില്ല, നല്ല ഒരു നന്മയെ കുറിച്ച് പറയില്ല. അവ വണ്ടി കയറിയ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് കുറ്റം മാത്രമേ പറയുള്ളൂ. വണ്ടി ഓടിക്കുന്നവനാണ് കുറ്റമേ പറയത്തുള്ളൂ. ഭക്ഷണം കഴിക്കുന്നവനാണ് ആ നേരത്ത് കുറ്റമേ ഉള്ളൂ. എല്ലാത്തിൻ്റെ അകത്ത് കുറ്റം, അല്ലേ? മാത്രമല്ല, ഇവൻ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഇല്ലായ്മ പറയാൻ ഒരു മടിയില്ല. ഏഷണിക്കാരും. അടുത്തത് അജിതേന്ദ്രിയന്മാർ, ഇന്ദ്രിയമില്ലാത്തവർ. ഹല്ലേലൂയ. ഈ അജിതേന്ദ്രിയന്മാർ ഒത്തിരി ഉണ്ട്. വായി തോന്നുന്നു പറയുന്നു, ഇഷ്ടമുള്ളത് കാണുന്നു, ഇഷ്ടമുള്ളത് കേൾക്കുന്നു, ഇഷ്ടമുള്ളത് പോകുന്നു. എൻ്റെ ശരീരം എനിക്ക് സ്വന്തം, അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ ശരീരം എനിക്ക് സ്വന്തം, ഇത് എൻ്റെ ശരീരമാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാനെനിക്ക് ബോധിച്ച വഴി ജീവിച്ചാൽ ആരാ എന്നെ നിയന്ത്രിക്കാനുള്ളത്? ഇതാണ് അജിതേന്ദ്രിയന്മാരുടെ അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് ഉഗ്രന്മാരും. കണ്ടോ, സൽഗുണ ദ്വേഷികൾ. നന്മയെ അറിഞ്ഞത് വേണ്ടെന്ന് വെക്കും. ഒരു ഉപദ്രവോ അല്ലെങ്കിൽ വളരെ ഹീനമായ ഒരു കാര്യം ചെയ്യുമ്പോൾ, അയ്യോ ഇത് വലിയ തിന്മയല്ലേ, ഇത് അത് സാരമില്ല, അത് മനസ്സോടെ ചെയ്യാൻ മനസ്സുള്ളവര് ഈ കാലഘട്ടത്തുണ്ട്. ഇങ്ങനെയുള്ളവര് കനിവറ്റവര്, അല്ലേ? നമ്മള് കഴിഞ്ഞു ഇപ്പം എന്നെ വാർത്തക്കകത്ത് വളരെ ശക്തമായിട്ട് പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥാല എന്ന് പറയുന്ന ആ അമ്പലവും അതിന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്. ഏതാണ്ട് ആദ്യം 100 സ്ത്രീകളാ മരിച്ചെന്നുള്ളത് കേട്ടു. പിന്നീട് 400 കേട്ട്. ഇപ്പൊ കേട്ട് 1000 സ്ത്രീകളോടെ കാണുന്നില്ല. ഇപ്പൊ അതിന് മുകളിലാണ് പോകുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതിന്റെ അകത്ത് പറയുന്നത് 2015 മുതൽ 2025 വരെ എങ്ങാണ്ട് 10 വർഷമോ 8 വർഷമോ എങ്ങാണ്ടുള്ള ഒരു ദീർഘ കാലഘട്ടത്തില് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കാണാതെ പോയ സ്ത്രീകളിൽ ഒരു വലിയൊരു സംഖ്യയാണ് കാണാതെ പോയത്. അതിൽ 96% 94% ആളുകളെ റിക്കവർ ചെയ്തു. എങ്ങനെ? മരണപ്പെട്ടോ ജീവനോടൊക്കെ ആയിട്ട് അവരെ പലയിടത്തും വെച്ച് കണ്ടെത്തിയവരുണ്ട്. പക്ഷെ ശേഷം വരുന്ന 6 പേര് കംപ്ലീറ്റ്ലി മിസ്സിങ്ങാ. ആ എണ്ണം നോക്കേണ്ട 6000 7000 വരുന്ന ഒരു വലിയ കണക്കാണ് അവിടെ കാണുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഈ കനിവറ്റവരും നമ്മളിപ്പോ വായിച്ചതുപോലെ എന്താ ദ്രോഹികളും, അല്ല ദ്രോഹികൾ എന്നാ അവിടെ പറയുന്നത്. അവരെ ഓരോരുത്തരെ കൊന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവരെ കൊന്ന് അവരുടെ ആ അടുത്ത പറമ്പുകളിൽ എങ്ങാണ്ട് കൊണ്ട് കുഴിച്ചിടുകയോ അവിടുന്ന് അസ്ഥികൾ ഇപ്പൊ കിട്ടുക ചെയ്യുന്ന അനേകരാണ്. ഇന്ന് രാവിലെ കണ്ടൊരു വാർത്തയാണ്. 18, 15, 25 അങ്ങോട്ട് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഒരു ലേഡി, ഒരു സ്ത്രീ, ഒരു
ഒരു യൂത്തിലായിട്ടൊരു ഒരു പെങ്കൊച്ചിനെ വഴി കൂടെ നഗ്നമായിട്ട് ഓടിച്ചു. എന്നിട്ട് അതിന്റെ പിന്നാലെ വന്ന വ്യക്തികള്, ലോറി ഡ്രൈവർ ഇത് കണ്ട് ഇതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ പുറകെ വന്നവർ ശക്തമായിട്ട് അവരെ ഒപ്രസ് ചെയ്യും, ഇവരുടെ പുറകെ പോകും. അവരെ പിന്നെ കണ്ടിട്ടില്ല, അവർ മരണപ്പെട്ടു എന്നാ കേട്ടെ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലോകം മുഴുവന് കേട്ടോണ്ടായിരിക്കുന്ന ക്രൂര കഥകൾ, ക്രൂരതയുടെ കഥകൾ ശക്തമായി പുറത്തു വന്നുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തു മനസ്സിലായി എന്നാ അവര് പറയുന്ന 1975 79 മുതൽ 2025 വരെയും ദീർഘകാലഘട്ടത്തിൽ പലതും അവിടെ സംഭവിച്ചു. ആർക്കും പുറത്തൊന്നും അറിയത്തില്ല. ഇടപെടുന്നവരെല്ലാം മരണപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ ഈ എല്ലാ രാജ്യങ്ങളിലും പല രൂപത്തിലും പലയിടത്തിലും രഹസ്യമായിട്ട് നടക്കുകയാണ്. എന്തു മനസ്സിലായി? യേശു ക്രിസ്തുവിന്റെ വരവ് വാതിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതല്ല, യേശു ക്രിസ്തുവിന്റെ വരവ് വാതിക്കൽ തന്നെയാണ് ആയിരിക്കുന്നത്. ആമേൻ. നമ്മൾ ആ ഭാഗം ഒന്നും കൂടെ വായിച്ച ഭാഗം ഒന്ന് വായിച്ചേ. ആ 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 അവിടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മത്തായി സുവിശേഷം നമ്മൾ 24-ാം അധ്യായം വായിക്കുമ്പോൾ സ്തോത്രം അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം അതിന്റെ സ്തോത്രം അതിന്റെ 37-ാം വാക്യം ഒന്ന് വായിച്ചു. 37, 38. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് പ്രധാനപ്പെട്ട ഒരു വാക്ക്. ഒരു വാക്ക് കൂടെ എടുക്കും. നമ്മളിപ്പോ വായിച്ച വാക്ക് ഇതാണ്. സ്തോത്രം. ആ നാളും നാഴികയും സംബന്ധിച്ച് നോഹയുടെ കാലം ആ നാളും നാഴിക 36 മുതൽ വായിക്കുമ്പോൾ ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിൽ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അല്ലേ? സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വിവാഹത്തിന് അവിടെ വാചകം വായിക്കുന്ന ജലപ്രളയം കാലത്ത് നോഹയുടെ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോകുന്നു. അല്ലേ? വിവാഹത്തിന്റെ സമയത്ത് എന്താ നടക്കുന്നേ? ഏറ്റവും കൂടുതല് പറഞ്ഞോ, ഏറ്റവും കൂടുതൽ നടക്കുന്ന അവരുടെ പാർട്ടി. അല്ലേ? ഏറ്റവും കൂടുതൽ. നമുക്ക് മറ്റൊരു ഭാഗം കൂടെ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതെന്തിനെ കുറിച്ചാ? കർത്താവിന്റെ മടങ്ങി വരവിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തി കുടുങ്ങിയിരിക്കാൻ പാടില്ല. എന്തൊക്കെ വേണം? ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. പക്ഷേ ഈ നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു. ജലം പ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം. അപ്പോൾ ജലപ്രളയം വരാറായപ്പോൾ നോഹയ്ക്കും കുടുംബത്തിനും മനസ്സിലായി, ഇനി മുമ്പോട്ട് ഈ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ജീവിക്കരുത്, ഇനി പെട്ടകത്തിൽ കയറേണ്ട സമയമാണ്. പെട്ടകം പണിയാനിക്കേണ്ട കാലഘട്ടമല്ല. എടുത്ത് മഴ പെയ്യുമ്പോഴും വീണ്ടും ആണി അടിച്ചോണ്ടിരുന്നാൽ ശരിയാവുമോ? ഇനി ആണി അടിക്കേണ്ട കാലമല്ല, ഇനി പെട്ടകത്തിൽ കയറേണ്ട കാലമായി.
ആമേൻ. മനസ്സിലാക്കണം, പെട്ടകത്തിൽ കയറേണ്ട കാലഘട്ടത്തിൽ ഇന്ന് ദൈവസഭ എത്തിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് പെട്ടകത്തിൽ കയറേണ്ട സമയമായെന്ന് മനസ്സിലാകാതിരിക്കാൻ ചില കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാണ്. ഈ 3 കാര്യമാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യം സമൂഹത്തെ മാത്രമല്ല ആത്മീയ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ്? അതിഭക്ഷണം അല്ലേ? ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന യാത്രകളല്ലേ മനുഷ്യർക്ക്. അതിൽ ഏതൊക്കെ രാജ്യത്തിൽ എന്തൊക്കെ വിഭവം ഉണ്ടോ അതെല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യണം. എല്ലാ രാജ്യത്തിലെ എല്ലാ വിഭവവും എല്ലാ രാജ്യത്തിലും കിട്ടുന്ന അവസ്ഥയിലായി അല്ലേ? അപ്പൊ മനസ്സിലാക്കണം, അതിഭക്ഷണം. അടുത്തത് മദ്യപാനം. മദ്യപാനം എന്ന് പറഞ്ഞാൽ അവിടെ ബീവറേജിന്റെ ഫ്രണ്ട് എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മെഡിസിൻ ഉൾപ്പെടെ മദ്യപാനത്തിന്റെ അകത്താണ് വിടുന്നത് അല്ലേ? അല്ലെങ്കിൽ ലഹരികളെല്ലാം, എല്ലാവിധ ലഹരിയും അല്ലേ? ലഹരി ഇന്ന് പലർക്കും ലഹരിയാണെന്ന് അല്ലേ? ലഹരി പിടിച്ചാൽ എന്താ പ്രത്യേകത എന്ന് പറയാ? യാഥാർത്ഥ്യം മറക്കാൻ സാധിക്കും ലഹരിക്കത് കയറിയ. അതിഭക്ഷണത്തിൽ മുഴുകിയാൽ എന്താ പ്രത്യേകത എന്നറിയാവോ? യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയും. അടുത്തത് ഉപജീവന ചിന്ത. എപ്പോ ചോദിച്ചാലും എന്റെ സമ്പാദ്യത്തെ കുറിച്ച്, എന്റെ ഭാവിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ലോകവും ഈ ലോകത്തിന്റെ അവസാനവും ലോകം എന്തിനായിട്ട് ദൈവം നിലനിർത്തിയിരിക്കുന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാം. ഇതാണ് 3ന്റെ പ്രത്യേകത. പക്ഷെ ഇതിൽ നിന്ന് ആരൊഴിയണം? ദൈവവൈദ്യർ ഒഴിഞ്ഞിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, ആ ഭാഗം ശ്രദ്ധിക്കണം. കർത്താവ് ഇതിന്റെ ഇടയിൽ നമ്മൾ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ മഴയുടെ സമയമായോ നോക്കണം, മഴ പെയ്യാൻ ടൈം ആയോ നോക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ പറയുന്ന കാര്യം എന്താണ്? അവിടെ വായിക്കുന്നത് ജലപ്രളയം വന്ന അവരെല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അടുത്തത് മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ ആകും. അപ്പൊ അവരറിയത്തില്ല. ശ്രദ്ധിക്കണേ. ഇത് ദൈവ കൃപയിൽ നിന്ന് പോയവർ. ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ 2 തിമോഥെയോസ് 3:1 മുതൽ പറയുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട ഒരുത്തൻ പോലും യേശു ക്രിസ്തുവിന്റെ വരവിലേക്ക് പോകത്തില്ല. കാര്യം കർത്താവ് വെച്ചിരിക്കുന്ന പാറ്റേൺ ഇവരാരും ഇത് അറിയാതെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് സഭകളുടെ അകത്ത് തണുപ്പ് കയറിയത്, വിശ്വാസികളുടെ ഹൃദയത്തിൽ തണുപ്പ് കയറിയത്. ഈ തണുപ്പ് കയറുന്നത് ദൈവത്താൽ തന്നെ സംഭവിക്കുന്നതാണ്. ഇവര് ഒരുങ്ങാതെ ഇരിക്കണം. ഒരുങ്ങേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? പാപപ്രവൃത്തികളെ മരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടെങ്കിൽ മനസ്സിലാക്കണം. ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കേണ്ടത് വ്യക്തിപരമായിട്ടുള്ള കർത്തവ്യമാണ്, വ്യക്തിപരമായ ഉദ്ദേശമാണ്. നമ്മൾ ഉണർന്നിരിക്കുക എന്നുള്ളത്. ആരും നമ്മളെ ഉണർത്താനില്ല. നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചോണ്ടിരുന്നിട്ടുണ്ട് സമ്പാദിക്കണ്ടേ വല്ലതും? വല്ലതും തിന്നണ്ടേന്നേ? അടുത്തത് വല്ല ജീവിതത്തിൽ സന്തോഷവും വേണ്ടേന്നേ? വേണ്ടെന്നേ. വേണ്ട എന്നാ വചനം പറയുന്നേ. വേണമെന്നാണ് പിന്മാറ്റക്കാരൻ പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ പറയാം, സഭകളുടെ അകത്ത് പിന്മാറ്റക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഹല്ലേലൂയ. ഉഷ്ണവാനും ശീതവാനും അല്ലാത്ത ഒത്തിരി എണ്ണമുണ്ട്. അവരതും പറയും ഇതും പറയും. അന്യഭാഷ പറയും, കൈ പഠിക്കും, ഇതും പറയും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരു വാക്കോട് വായിച്ചത് പത്രോസിന്റെ 2-ാം ലേഖനം, അതിന്റെ 2-ാം അധ്യായം. ഹല്ലേലൂയ. 6-ാം വാക്യം, 6ഉം 7ഉം 8ഉം ഒന്ന് വായിക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 6ഉം 7ഉം 8ഉം. വേഗം നിർത്തുക. വായിച്ചാട്ടെ. 6ഉം 7ഉം 8ഉം. സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായവിധിച്ചു മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ, ഇവിടെ ശ്രദ്ധിക്കണേ, അധർമ്മികളുടെ ഇടയിൽ 2 തിമോഥെയോസ് 3:1 പറയുന്ന കാറ്റഗറിപ്പെട്ടവരുടെ ഇടയിൽ വസിക്കുമ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയെന്നല്ലേ? നോഹയുടെ കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. വായിച്ചോ. സ്തോത്രം. അധർമ്മികളുടെ ഇടയിൽ വസിക്കുമ്പോൾ
നാൾതോറും സ്തോത്രം കണ്ടും കേട്ടും ആ തന്റെ നീതിയുള്ള മനസ്സ് ആ നൊന്ത് നിന്നെ ഞാനൊരു കാര്യം പറയാം. പത്രം എടുക്കുമ്പോൾ സ്തോത്രം പത്രം വായിക്കാൻ തോന്നാത്തവരുണ്ടെങ്കിൽ സ്തോത്രം, വാർത്ത വെച്ച് നോക്കുമ്പോൾ അതിന്റെ അടിയിലൂടെ വരുന്ന ഹെഡിങ്ങും ഹെഡ്ലൈൻസും അതല്ല ബ്രേക്കിംഗ് ന്യൂസും കേൾക്കുമ്പോൾ ഹൃദയം നൊന്താതിരിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒത്തിരി പേരുടെ ഉള്ളം നൊന്നുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. ഇത് സാരമാണ്, ഇത് കുഴപ്പമില്ലെന്നേ, ഇതൊക്കെ ലോകത്തിൽ ഉണ്ടെന്നേ പറഞ്ഞിട്ട് വീണ്ടും ഉണർന്നും പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന ഇടയിൽ കിടക്കുന്ന ഒത്തിരി പെണ്ണുണ്ടേ. അങ്ങനെയുണ്ട് ചിലര്. ഇത് ലോകത്തിലുണ്ട്, നമ്മളത് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉണരാതെയും പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന വിശ്വാസിയുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. സ്തോത്രം, അധർമ്മികളുടെ ഇടയിൽ ഹല്ലേലൂയ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും, കണ്ടോ, കണ്ടും കേട്ടും. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? അവന്റെ തന്റെ നീതിയുള്ള മനസ്സ് നൊന്ത് ആ ആ ആ ആ ഇതെന്തുകൊണ്ടാ പത്രോസ് എടുത്ത് പറഞ്ഞാന്നറിയാവോ? ദൈവസഭയ്ക്കകത്ത് കൃപയിൽ ഇരിക്കുന്നവൻ വലയുന്ന അനുഭവം വരെ കടന്നു വരും. അപ്പോൾ കാഹളം ധ്വനിക്കും. അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് സ്തോത്രം ഈ അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും നീ വസിക്കുന്ന ഇടം സോദോമായി തീരുമ്പോൾ കാഹളം ധ്വനിക്കും. നീ ജീവിക്കുന്ന ഇടം സോദോമായി തീരുമ്പോൾ കാഹളം ധ്വനിക്കും. നിന്ന് തിരിയുന്ന ഇടമെല്ലാം സോദോമായി തീരുമ്പോൾ കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ആമേൻ. സ്തോത്രം. ഇവിടെ സ്തോത്രം മത്തായി സുവിശേഷം നമ്മൾ കണ്ടു, അവരറിഞ്ഞില്ല. സ്തോത്രം, ജലം അവരെ വന്ന് പ്രളയം അവരെ എടുത്തുകൊണ്ട് പോകുന്നവർ അവരാരും അറിഞ്ഞില്ല, അറിയത്തില്ല. ശ്രദ്ധിക്കണേ സഹോദര, കർത്താവ് വചനം നൽകിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന മനുഷ്യന്റെ സ്വഭാവ വ്യത്യാസം കാണുമ്പോൾ, പ്രകൃതിയുടെ വ്യത്യാസം കാണുമ്പോൾ, സാഹചര്യങ്ങൾ മാറുന്നത് കാണുമ്പോൾ എന്റെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. മനുഷ്യന്റെ പാപപ്രവർത്തികൾ വർദ്ധിക്കുമ്പോൾ ജാതികൾ കോപിച്ചു, ദൈവത്തിന്റെ കോപവും വരും. ആദ്യം ജാതികളുടെ കോപം പൂർത്തീകരിക്കപ്പെടണം. അത് മറ്റൊരു സമസ്തത്തിൽ എടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഉള്ളം നോവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചു ഉണർന്നിരിക്കുക. അവന്റെ വരവിങ്കിൽ നാം എടുക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ഒരുക്കപ്പെടണം. ഹല്ലേലൂയ. ലോകത്തിന്റെ ഈ സ്ഥിതി മാറത്തില്ല, ഇത് വഷളായി തീരുകയുള്ളൂ, ഇതെല്ലാം പ്രബലപ്പെടുകയുള്ളൂ. ഇതിന്റെ നടുവിൽ നിന്ന് കൃപ പ്രാപിച്ചവർ ഹല്ലേലൂയ അക്കരെ നാട്ടിലേക്ക് പറന്നുയരുന്നവരെ, ഹല്ലേലൂയ മേഘത്തിൽ എടുക്കപ്പെടുന്നവരെ നാം കൃപയിൽ സൂക്ഷിക്കുക. ഉണർന്നും പ്രാർത്ഥിച്ചിരിക്കുക. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കാൻ സ്വർഗം നമ്മളെ സഹായിച്ചുവല്ലോ.